ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن ما شاء الله كان. بسم الله ما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أرأيت الذي يكذب بالدين فذلك الذي يدعو اليتيم ولا يحض على طعام المسكين فويل للمصلين الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون الماعون. صدق الله مولانا العلي العظيم. وقال النبي صلى الله عليه وسلم: من تمسك بسنتي عند فساد أمتي فله أجر 100 شهيد ولكن القوافل ماشيات ولو صات الكلاب النابحات. സമാദരണീയരായ സാദാത്തുക്കൾ, ആദരണീയരായ പണ്ഡിതന്മാർ, സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെയും സുന്നി വിദ്യാർത്ഥി സംഘടനയുടെയും നേതാക്കളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, സർവോപരി സഹനത്തോടെ, ക്ഷമയോടെ, വിട്ടുവീഴ്ചയോടെ ഈ പരിപാടി ശ്രദ്ധിക്കുകയും ഈ പരിപാടിക്ക് അവസരം തരുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട നാട്ടുകാരെ, സഹോദരന്മാരെ, വളരെ അനിവാര്യമായൊരു സന്ദർഭത്തിൽ ഈ ആദർശ പ്രസ്ഥാനത്തിന്റെ അജണ്ടയിൽ തീരെ പ്രാധാന്യം കൊടുക്കുകയോ സ്ഥാനം നൽകുകയോ ചെയ്യാതെ വളരെ അനിവാര്യമായ ഘട്ടത്തിൽ മാത്രം ഈ പ്രസ്ഥാന വേദിയിൽ നിർവഹിക്കപ്പെടുന്ന ഒരു വേദി, അത്തരം ഒരു വേദിയാണ് 1-2 പ്രാവശ്യം ഈ പത്തപ്പിരിയത്ത് നടന്നത്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രബോധനം ലക്ഷ്യം വിട്ടുകൊണ്ട് 1920കളുടെ പരിസരങ്ങളിൽ കടന്നു വന്ന അവാന്തര വിഭാഗങ്ങളുടെ വൈകൃതങ്ങളാകുന്ന വിശ്വാസധാരകളിൽ നിന്ന് മുസ്ലിം സമുദായത്തെ രക്ഷപ്പെടുത്തുക എന്ന അജണ്ടയോടുകൂടെയാണ് സഹോദരന്മാരെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ രൂപം കൊണ്ടിട്ടുള്ളത്. നേരത്തെ ഇവിടെ നടന്ന കീലത്ത് മുഹമ്മദ് മാസ്റ്ററുടെ പ്രഭാഷണത്തിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നൽകിയ സംഭാവനകളും ആ ആത്മീയമായ പണ്ഡിത സഭ കേരളത്തിൽ രൂപപ്പെടാനുണ്ടായ സാഹചര്യങ്ങളുമെല്ലാം വളരെ കൃത്യമായും വളരെ വിശദമായും ഇവിടെ വിശദീകരിച്ചതാണ്. മറുപടി എന്ന വ്യാജേനെ വയറ്റിപ്പഴപ്പിനുള്ള അന്നം തേടി പത്തപ്പിരിയത്തെ തെരുവിൽ കടന്നുവരുന്ന ചില ആളുകൾ അത്തരം ആദർശപരമായും നയപരമായും ചിന്താപരമായുമുള്ള വൈജ്ഞാനിക ചർച്ചകളിൽ നിന്ന് വഴുതിമാറി തങ്ങൾ പഠിച്ചതും തങ്ങളെ കയ്യിലുള്ള കൈമുതലുമായ ഭരണിപ്പാട്ടുകളുടെയും തെറിയഭിഷേകങ്ങളുടെയും മേച്ചിൻപുറങ്ങൾ തേടിപ്പോകുന്ന അത്തരം കക്ഷികൾ ആ ചർച്ചകളെ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് പുതിയ വാചക കസർത്തുകളും വിഴുപ്പുപാണ്ഡങ്ങളും ഈ തെരുവിൽ വിസർജിക്കുകയായിരുന്നു. അതിനുശേഷം ബഹുമാന്യരായ പത്തപ്പിരിയ ഉസ്താദ് ആർജവത്വത്തോടെ
ഈ പ്രദേശത്ത് കടന്നു വന്ന അത്തരം കക്ഷികളോട് ആദർശപരമായും വൈജ്ഞാനികപരമായും ചർച്ച നടത്തുകയും ആ ചർച്ചകളിൽ നിന്നും മുയ്യിനെ പിടിച്ചതുപോലെ സമർത്ഥമായി തടിയൂരിയ ആളുകൾ വീണ്ടും ഈ സമുദായം ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന പണ്ഡിത മഹത്തുക്കളെ താറടിക്കാനുള്ള വൃത്തികെട്ട തെറിയഭിഷേകങ്ങളെ കൊണ്ട് ഈ തെരുവിനെ മലീമസമാക്കാൻ ശ്രമിച്ചു എന്നത് വളരെ സങ്കടത്തോടെ ആമുഖമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്തൊരാദർശമാണോ വിഭാവനം ചെയ്യുന്നത്, ആ ആദർശത്തെ പ്രബോധനം ചെയ്യാൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ കീഴ്ഘടകങ്ങളായി, അതിന്റെ നേതൃത്വം അംഗീകരിക്കുന്ന സംഘടനകളായി അംഗീകരിച്ചിട്ടുള്ള പ്രസ്ഥാനങ്ങൾക്ക് ഈ രാജ്യത്ത് നിർവഹിക്കാനുള്ള ദൗത്യം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ത് ആണോ ആ സ്ഥാപിത ലക്ഷ്യം ഉദ്ദേശിച്ചത്, ആ ലക്ഷ്യത്തിലൂടെ കടന്നു പോവുകയാണ് ആദർശ പ്രസ്ഥാനങ്ങൾ ചെയ്യേണ്ടത്. വിനീതനായ പത്തപ്പിരിയ ഉസ്താദിന്റെ നേതൃത്വത്തിൽ തൗഹീദ് അജഞ്ചലമാണ് എന്ന ശീർഷകം വെച്ചുകൊണ്ട് ഈ രാജ്യത്തെ മുസ്ലിം സമുദായത്തോട് തൗഹീദ് കൊണ്ട് 80 കൊല്ലം കലഹിച്ച് ആ കലഹം അവസാനം ചരിത്രത്തിന്റെ കുപ്പത്തൊട്ടിയിലേക്ക് ആ പ്രസ്ഥാനത്തെ തന്നെ കൊണ്ടുപോയ പരിതസ്ഥിതിയിൽ പത്തപ്പിരിയത്തെ വായനശാലയിൽ വെച്ച് നടത്തിയ വളരെ വിപുലമായ ആദർശ പ്രഭാഷണം, ആ ആദർശ പ്രഭാഷണത്തെ നയപരമായും വൈജ്ഞാനികപരമായും പ്രതിരോധിക്കാൻ കഴിയാത്ത ഈ രാജ്യത്തെ വഹാബി നേതൃത്വത്തിൽ നിന്ന് അച്ചാരം വാങ്ങിയിട്ടാണോ ഈ രാജ്യത്തിന്റെ കവലയിൽ SKSSഫുകാരൻ ഈ വിവാദം കൊണ്ടുവന്നത് എന്ന് ന്യായമായും ഞങ്ങൾ സംശയിക്കുകയാണ്. നിങ്ങൾ ഈ സമുദായത്തോട് ചെയ്യേണ്ട ഒരു സേവനമുണ്ട്. ഏതാ പത്തപ്പിരിയത്തെ ഏത് വഹാബിയാണ് നിങ്ങൾക്ക് ഈ വേദി കെട്ടാൻ അച്ചാരം തന്നത് എന്നാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ഈ സേവനം നിങ്ങൾക്ക് വായനശാലയിൽ കൊണ്ടുപോയി തൗഹീദിനെ കുറിച്ച് പറയാൻ, ഇസ്ലാമിനെ കുറിച്ച് പറയാൻ കൂട്ടരെ നിങ്ങളുടെ അജണ്ട ചെലവഴിച്ചിരുന്നുവെങ്കിൽ ദുനിയാവിലേക്കും ആഖിറത്തിലേക്കും നിങ്ങൾക്കത് മുതൽക്കൂട്ടാകുമായിരുന്നില്ലേ? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ചത് എന്തിനാ? നിങ്ങളുടെ തന്നെ നേതാക്കൾ പലപ്പോഴും പറയാറുണ്ട്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ചതിന്റെ പിന്നിലുള്ള ലക്ഷ്യം. കോട്ടുമല ബാപ്പു മുസ്ലിയാർ പറയട്ടെ, അദ്ദേഹം പറയുന്നത് കേരളത്തിൽ ബിദഈ കക്ഷികൾ കടന്നു വന്നപ്പോൾ ആ ബിദഈ കക്ഷികളെ പ്രതിരോധിക്കുവാനും യഥാർത്ഥ ഇസ്ലാമിക വ്യവസ്ഥിതിയെ ഈ രാജ്യത്ത് കെട്ടിപ്പടുക്കാനും പടുത്തുയർത്താനും പരിരക്ഷിക്കാനുമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ചതെന്ന് ഈ ആദർശ പ്രസ്ഥാനത്തിന്റെ സ്ഥാപിത ലക്ഷ്യമായി കോട്ടുമല ബാപ്പു മുസ്ലിയാർ വിശദീകരിക്കുകയാണ്. ഈ ഒരു പാരമ്പര്യം മുസ്ലിം സമുദായത്തിൽ നിലനിർത്തിപ്പോന്ന 1300 വർഷക്കാലം കേരളത്തിലെ മുസ്ലിങ്ങൾ ഒരഭിപ്രായ വ്യത്യാസം ഇവിടെ ഇല്ല, ഒരു തർക്കവുമില്ല. നടന്നു വരുന്നതൊക്കെ നമ്മളെ വാപ്പാരും പാപ്പാരും പാപ്പാരും അതിന്റെ അപ്പുറത്തെ തലമുറക്കാരും അതിന്റെ അപ്പുറത്തുള്ളവരുമായിട്ട് റസൂല് വരെ ചെന്നെത്തുന്ന ആ പൂർവീക പാരമ്പര്യത്തിൽ ഒരു തർക്കവും ആർക്കുമില്ല. അവരെങ്ങനെ നിസ്കരിച്ചോ, അങ്ങനെ ഖുതുബോദിയോ, ആരൊക്കെ പള്ളിയിൽ വന്നോ, എന്തെല്ലാം ആചാരങ്ങൾ അവർ നടത്തിയോ, ഇതൊക്കെ എന്നാൽ ഈ മുസ്ലിങ്ങളെ നമ്മൾക്ക് സംരക്ഷിക്കാൻ ഒരു നിലക്കും സാധ്യമാകുകയില്ല. അതുകൊണ്ട് ഉടനെ തന്നെ നമ്മൾ ഇറങ്ങണം, ഉടനെ തന്നെ നമ്മൾ സംഘടിച്ച് ഉടനെ മുസ്ലിം സമുദായത്തിന് അവരുടെ വിശ്വാസങ്ങളെ, ആചാരങ്ങളെ, അനുഷ്ഠാനങ്ങളെ ഒക്കെ വ്യക്തമായി പഠിപ്പിച്ചു കൊടുക്കണം. അതിനെതിരിൽ വന്ന വിഭാഗക്കാരാരാണോ അവരുടെ ആശയങ്ങളും ആദർശങ്ങളും വാദഗതികളും അത് എന്താണ് എന്ന് വ്യക്തമായി മുസ്ലിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ഈ മഹിതമായ പ്രസ്ഥാനത്തെ ഇവിടത്തെ പണ്ഡിതന്മാർ ആ പ്രസ്ഥാനമുണ്ടാക്കി ആ പരിശുദ്ധമായ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅയുടെ ആദർശങ്ങളും ആചാരങ്ങളും ഇവിടെ പ്രചരിപ്പിക്കാൻ രംഗത്ത് വന്നു. ഇതിനാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ചത്. ഈ രാജ്യത്ത് ബഹുമാനപ്പെട്ട പത്തപ്പിരിയ ഉസ്താദും ഈ പ്രദേശത്തെ സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തകന്മാരും അവരിവിടെ സുബൈക്ക് കുനൂത്തോതുന്നവരാണ്. മുസ്ലിയാക്കന്മാരെ സുബൈക്ക് കുനൂത്തോതാൻ നിൽക്കുന്ന ഒരു ടീം വേറുണ്ട് ഇവിടെ, ഒരു വഹാബികളാണ്. മരിച്ചെടുത്ത് ഖുർആൻ ഓതാത്ത ടീമുണ്ട് ഇവിടെ, അവർ മുബ്തദീകളാണ്. അമ്പിയാക്കളോടും ഔലിയാക്കളോടും ഇസ്തിഗാസ നടത്തുന്നത് ശിർക്കാണെന്ന് പറയുന്ന ടീമുണ്ട് ഇവിടെ, അത് ഈ രാജ്യത്തെ വഹാബികളാണ്. അവരോട്
ആദർശപരമായി പ്രതിരോധം സൃഷ്ടിച്ച് ഇസ്ലാമിന്റെ ആധ്യാത്മികധാരയെ പാരമ്പര്യ വഴിയിലൂടെ പരിരക്ഷിക്കാനാണ് ഈ പണ്ഡിത സഭ രൂപീകരിക്കപ്പെട്ടതെങ്കിൽ പത്തപ്പിരിയത്ത് ഈ അടുത്ത കാലത്ത് ആ പണി നിങ്ങൾ എത്രയാ ചെയ്തത്? ഇവിടുത്തത് മാത്രം മൂക്കിന്റെ അടുത്ത് എടുക്കാൻ പാടില്ല. ഈ പ്രദേശത്ത് നിങ്ങൾ എന്തു ചെയ്തു അതിനു വേണ്ടി? സഹോദരന്മാരെ, ഇനി അദ്ദേഹം തന്നെ പറയട്ടെ, അങ്ങനെ രൂപീകരിച്ച സമസ്തയുടെ നേതാക്കളായി ഒരു കാലത്ത് പ്രവർത്തിച്ചിരുന്ന നമ്മുടെ പണ്ഡിതന്മാർ അതിനുവേണ്ടി ചെയ്തിരുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ബഹുമാനപ്പെട്ട EKS മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ, അദ്ദേഹം അതിനുവേണ്ടി ചെയ്ത സേവന പ്രവർത്തനങ്ങളെ അദ്ദേഹം തന്നെ വിശദീകരിക്കുകയാണ്. ഇവിടെ യഥാർത്ഥത്തിൽ മഹാനായ മർഹൂം EK ഹസൻ മുസ്ലിയാർ നഗറാണ്. ഈ നഗർ മഹാനവറുകളുടെ നാമധേയത്തിലാണ് ഈ നഗരി ഒരുങ്ങിയിരിക്കുന്നത്. ആരായിരുന്നു മഹാനവറുകൾ? പരിശുദ്ധ ദീനിന്റെ, പരിശുദ്ധ സുന്നത്ത് ജമാഅത്തിന്റെ പടവാളായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതകാലം ഈ സമുദായത്തിന് വേണ്ടി, ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം അങ്ങനെ തന്നെ ഒഴിഞ്ഞു വെച്ചതായിരുന്നു. ആ മഹാനവറുകളെ പരിശുദ്ധമായ ഈ ദീനിന്റെ പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തി അതിനെതിരിലുള്ള എല്ലാ വിഭാഗക്കാരെയും അടിച്ചൊതുക്കി അവരെ മുഴുവനും ഉദ്ദേശങ്ങളും അവരുടെയൊക്കെ ആവശ്യങ്ങളും ഒരു നിലക്കും ഇവിടെ നടത്താൻ സാധ്യമാകാത്ത വിധത്തിൽ ബഹുമാനപ്പെട്ട മുസ്ലിം സമുദായത്തിൽ പരിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ വ്യക്തമായി പഠിപ്പിച്ചു കൊടുത്ത ആ മഹാനവറുകളുടെ നാമം. അങ്ങനെയുള്ള മഹാന്മാരുടെ പാരമ്പര്യവും പൈതൃകവും അവകാശപ്പെടാൻ കഴിയുന്ന എത്ര ഉണ്ട് നിങ്ങളെ കൂട്ടത്തിൽ? ഈ ഒരു EKS മുസ്ലിയാരുടെ പാരമ്പര്യം ജീവിതത്തിൽ ഏറ്റെടുത്ത ഒരു മുസ്ലിയാര് നിങ്ങളെ സ്റ്റേജിലുണ്ടായിരുന്നെങ്കിൽ പത്തപ്പിരിയത്തിന്റെ പരിസരങ്ങളിൽ നിന്ന് വഹാബികളൊന്നും നിങ്ങളെ കസാല ഫുള്ളാക്കി തരൂല. മനസ്സിലായോ നിങ്ങൾക്ക്? അതുകൊണ്ട് ആദർശത്തിന് വേണ്ടിയുള്ള പ്രബോധനത്തിലേക്ക് വരാൻ ഇവിടെയുള്ള എസ്കക്കാരെ ആമുഖമായി വിനയത്തോടെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ഇനി സഹോദരന്മാരെ, ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഇവിടെ സഹോദരന്മാരെ, മഹാനായ EKS മുസ്ലിയാർ, ആ EKS മുസ്ലിയാരുടെ ആദർശ പടയോട്ടങ്ങൾക്ക് ശേഷം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതൃനിരയിൽ നിന്ന് അങ്ങനെയുള്ള ഒരു ആദർശ പോരാളിയായി മുസ്ലിം കൈരളി പരിചയപ്പെട്ട പണ്ഡിതനാരാ? മഹാനായ അഖിലേന്ത്യാ ജംഇയ്യത്തുൽ ഉലമയുടെ കാര്യദർശി, ആദർശ പ്രസ്ഥാനത്തിന്റെ അജയ്യരായ നെടുന്തൂൺ ഖമറുൽ ഉലമ കാന്തപുരം പി അബൂബക്കർ മുസ്ലിയാർ. EKS മുസ്ലിയാർക്ക് ശേഷം ആ പടയോട്ടത്തിന് കാർമ്മികത്വം വഹിച്ച പണ്ഡിതനാണ്. അന്നൊക്കെ ഇന്ന് സമസ്തയുടെ അവകാശികളാണെന്ന് പറഞ്ഞ് സ്വന്തം ആസനത്തിൽ തഴമ്പ് തിരയുന്ന പലരെയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ചരിത്രത്തിൽ കേട്ടുകേൾവി പോലുമില്ലായിരുന്നു എന്നതല്ലേ വസ്തുത. ഇരിക്കട്ടെ, ആ കാന്തപുരം ഉസ്താദ് അന്ന് നടത്തിയ ആദർശ പടയോട്ടം കൊട്ടപ്പുറത്തിന്റെ കട്ടപ്പാടങ്ങളിൽ നിന്ന് അന്ന് കാന്തപുരം ഉസ്താദ് ഉതിർത്തിവിട്ട ചോദ്യശരങ്ങൾ, എന്താണ് മൗലവി പ്രാർത്ഥന, എന്താണ് മൗലവി തൗഹീദ്, എന്താണ് മൗലവി ശിർക്ക്, ഇത് നിർവചിക്കാതെ ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തനം ശിർക്കാണെന്ന് പറയാൻ നിങ്ങൾക്ക് അധികാരമില്ല എന്ന് മഹാനായ കാന്തപുരം ഉസ്താദിന്റെ പ്രഖ്യാപനം മുസ്ലിം കൈരളി ഏറ്റെടുക്കുകയും പത്തപ്പിരിയത്തെ പല വഹാബി പ്രസ്ഥാനത്തിന്റെയും ഹെഡ് ഓഫീസിന്റെ ചുവട്ടിൽ ഇന്ന് നടക്കുന്ന ചർച്ച എന്താണ് പ്രാർത്ഥന എന്നതാണ്, എന്താണ് ശിർക്ക് എന്നതാണ്, എന്താണ് തൗഹീദ് എന്നതാണ്. ഇങ്ങനെ ഈ ഒരു പരിതാപകരമായ സ്ഥിതിവിശേഷം വഹാബി പ്രസ്ഥാനത്തിൽ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, അന്ന് ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ് ഉണ്ടാക്കിയെടുത്ത ആർജവവീര്യം ആവാഹിച്ചെടുത്ത ആയിരങ്ങളായ ആദർശ പടയാളികൾ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം നടത്തിയ ധീരമായ ചെറുത്തുനിൽപ്പുകൾ, ആ ചെറുത്തുനിൽപ്പുകളെ ഇല്ലായ്മ ചെയ്യാൻ മഹാനായ കാന്തപുരം ഉസ്താദിനെ ഒറ്റപ്പെടുത്തണമെന്ന തിരിച്ചറിവിൽ നിന്ന് ചില നിഷ്കളങ്കരായ പണ്ഡിതന്മാരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കാന്തപുരം ഉസ്താദിനെതിരെ തിരിച്ചുവിടുകയും, പക്ഷേ ജീവിതത്തിന്റെ ആ അന്ത്യയാമങ്ങളിൽ മഹാനായ ശംസുൽ ഉലമയെ പോലെയുള്ളവർ ഇതൊരു ചതിയായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞ് സമസ്ത യോജിക്കണമെന്നും ഇനിയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പേരിലുള്ള ഗ്രൂപ്പ് തർക്കം കൊണ്ട് രാജ്യത്തിന്റെ കവലകൾ മലീമസമാകരുത് എന്നും പ്രസ്താവിച്ചുകൊണ്ടാണ് ഈ രാജ്യത്തിന് ഇന്ന് വഫാത്തായി പോയത് എന്ന് 1996
ചന്ദ്രികാ ദിനപത്രത്തിൽ അദ്രൈമാൻ കല്ലായി എഴുതിയ പച്ചമലയാളത്തിലെ ലേഖനമുണ്ട്. മഹാനായ ശംസുൽ ഉലമയെ പോലെയുള്ളവർ അത് തിരിച്ചറിയുകയായിരുന്നു. ഇരിക്കട്ടെ സഹോദരന്മാരെ, അങ്ങനെ ഈ രാജ്യത്ത് വഹാബി പ്രസ്ഥാനത്തിന്റെ 80 കൊല്ലത്തെ എല്ലാവിധ തൗഹീദി അജണ്ടകളെയും എല്ലാവിധ നിർമ്മിത തൗഹീദിന്റെ അജണ്ടകളെയും തകർത്ത് തരിപ്പണമാക്കി. ചീട്ട് കൊട്ടാരം പോലെ കേരളത്തിന്റെ മാറിടത്തിൽ തകർന്നു തരിപ്പണമായ വഹാബി പ്രസ്ഥാനത്തെ നോക്കി സന്തോഷത്തോടെ പുഞ്ചിരിക്കാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനം അത് താജുൽ ഉലമയുടെയും ഖമറുൽ ഉലമയുടെയും കീഴിലുള്ള ആദർശ പ്രസ്ഥാനമാണ് എന്നത് സഹോദരന്മാരെ ഞങ്ങൾക്ക് മാത്രമേ അവകാശപ്പെടാൻ കഴിയുകയുള്ളൂ. നിങ്ങൾ പറയൂ, ഞങ്ങളെപ്പോലെ ഈ വഹാബി പ്രസ്ഥാനത്തിന്റെ പതനത്തിന് ഇന്നലകളിൽ പണിയെടുത്തവരാരാണ്? ഞങ്ങൾക്ക് ഒരുപാട് ഓർമ്മകളുണ്ട്. അറിയില്ലേ നിങ്ങൾക്ക്? നാദാപുരത്ത് ഉജ്ജ്വലമായ പോരാട്ടങ്ങൾ ഹുസൈൻ സലഫിയുമായി മഹാനായ പേരോട് ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. നല്ല ആവേശപുളകിതമായ എത്രയെത്ര ഭാഗങ്ങൾ, എത്രയെത്ര ക്ലിപ്പുകൾ, എത്രയെത്ര ഭാഗങ്ങളാണ് നമുക്ക് ആ ഖണ്ഡന മണ്ഡലങ്ങളിൽ നിന്ന് ലഭിച്ചത്. നോക്ക് നിങ്ങൾ, ഇങ്ങനെ ഓർക്കാനുള്ള ഒരുപാട് ക്ലിപ്പുകൾ നമ്മുടെ കയ്യിലുണ്ട്. മഹാനായ പേരോട് ഉസ്താദ് നാദാപുരത്തെ ഖണ്ഡനത്തിൽ ഹുസൈൻ സലഫിയെ മൂക്കുകൊണ്ട് റാവരപ്പിക്കുന്ന രംഗം, ഇത്തരം രംഗങ്ങൾ കേരളത്തിലെ ആദർശ പ്രസ്ഥാനത്തിന് മാത്രം അവകാശപ്പെട്ടതാണ് കൂട്ടരെ എന്ന് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. വിളിക്കുന്നു പേരോടെ ആറ്റിങ്കൽ മുഖാമുഖത്തിൽ നിങ്ങളിപ്പോ ഓതിയ ഫൈൻ തിബ്നലക്കും എന്ന് നിങ്ങൾ ഓതിയ രൂപത്തിൽ ഒരായത്ത് കാണിച്ചു തന്നാൽ പേരോടാ ഈ പ്രസംഗം ഇന്ന് നിർത്തും. ഇന്ന് നിർത്തിവെക്കും ഈ പരിപാടി. ഇവിടെ നിന്റെ ചെരുപ്പെടുത്ത് നടക്കും ഞങ്ങള്. ആയത്ത് കണ്ടോളി. ഫൈൻ തിബ്നലക്കും നോക്കോ, ഫൈൻ തിബ്നലക്കും. എടുക്കടോ ചെരുപ്പ്, എടുക്ക് ചെരുപ്പ്. നിർത്തിവെക്കുമല്ലേ? നിർത്തിക്കോ, ഇന്ന് മുതൽക്ക് നിർത്തിക്കോ പ്രസംഗം. നോക്കോ, ഫൈൻ തിബ്നലക്കും. ഒന്നും കൂടി വെക്ക്, എല്ലാവരും ഒന്ന് മനസ്സിലാക്കട്ടെ. വെല്ലുവിളിച്ചല്ലേ നാദാപുരത്ത് വന്നിട്ട്? വെല്ലുവിളിക്കുന്നു പേരോടെ ആറ്റിങ്കൽ മുഖാമുഖത്തിൽ നിങ്ങളിപ്പോ ഓതിയ ഫൈൻ തിബ്നലക്കും എന്ന് നിങ്ങൾ ഓതിയ രൂപത്തിൽ ഒരായത്ത് കാണിച്ചു തന്നാൽ പേരോടാ ഈ പ്രസംഗം ഇന്ന് നിർത്തും. ഇന്ന് നിർത്തിവെക്കും ഈ പരിപാടി. ഇവിടെ നിന്റെ ചെരുപ്പെടുത്ത് നടക്കും ഞങ്ങള്. പച്ചക്കള്ളം അല്ലാഹുവിന്റെ പേരിൽ പറയേ. നോക്കൂ, ഫൈൻ തിബ്നലക്കും, ഫൈൻ തിബ്നലക്കും, ഫൈൻ തിബ്നലക്കും. സർവ്വമൗലിമാരും നടക്കൂ ചെരുപ്പം കൊണ്ട്. അപ്പോ ഇരിക്കട്ടെ, ഇപ്പൊ വഹാബികൾ ചെരുപ്പെടുത്തോ? വഹാബി പ്രസ്ഥാനത്തിൽ ഏകദേശം 10 കൊല്ലക്കാലം നമ്മളോട് വാദപ്രതിവാദത്തിലും ഖണ്ഡന പ്രസംഗത്തിലും നിന്നിരുന്ന 40ഓളം വരുന്ന വഹാബി മൗലവിമാർ ഇന്ന് ആ പ്രസ്ഥാനത്തിൽ ഇല്ല കൂട്ടരെ. എന്തേ കാരണോ? ഒക്കെ ചെരുപ്പെടുത്തു പോയി അല്ലേ? എസ്കക്കാർ ഇങ്ങനെയൊക്കെ ഒരു ക്ലിപ്പ് കേൾക്കാൻ അങ്ങൾക്കില്ലേ പൂതി അല്ലേ? കടുകുമണിയോളം കൽബിൽ സുന്നത്തിയമായിട്ടുണ്ടെങ്കിൽ പടച്ചോനെ, ഞങ്ങളെ നേതാക്കളും ഇങ്ങനെയൊക്കെ വഹാബികളോട് ഒരു പ്രസംഗം നടത്തുന്ന കാലം സ്വപ്നം കാണാൻ. സുഹൈർ ചുങ്കത്ര സ്വപ്നം കണ്ട മാതിരി അല്ലെങ്കിലും ഒരു ചെറിയ സ്വപ്നമൊക്കെ നിങ്ങൾക്കും പൂതില്ലേ? ഇല്ലേ? ഇനി നോക്ക് നിങ്ങള്, ബഹുമാനപ്പെട്ട കൊളത്തൂർ ഉസ്താദ് ചാലിയത്ത് വെച്ച് മറ്റൊരു മൗലവിയെ റാവരപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൂറുമായി ബന്ധപ്പെട്ട് അതാണ് സൃഷ്ടിച്ചതെന്ന് പറഞ്ഞത് ഞങ്ങൾക്കറിയാം. നിങ്ങളത് ഉയർത്തി കാണിക്കുമെന്ന്. പക്ഷേ വെല്ലുവിളിക്കുന്നു ഈ ചാലിയത്ത് വെച്ച്. ഇനി ഇവിടെ പ്രസംഗിക്കുന്നുവെങ്കിൽ സഖാഫിമാര് മറുപടി പറയണം. ആരാണ് ആ മുസന്നഫ് അബ്ദുർ റസാഖ് പുറത്തിറക്കിയത്? ജുസൂൽ മഫ്ഖൂദ് എന്ന് പറഞ്ഞ് നഷ്ടപ്പെട്ട ചില ഹദീസുകൾ, മുസന്നഫ് അബ്ദുർ റസാഖിൽ നിന്ന് നഷ്ടപ്പെട്ട ചില ഹദീസുകൾ എന്ന് പറഞ്ഞ് ആ ഉണ്ടാക്കിയ പുസ്തകം അതാരാ പുറത്തിറക്കിയത്? ആരാ അതിനെ അവതാരിക എഴുതിയത്? എവിടെ നിന്നാ അത് പുറത്തിറങ്ങിയത്? എവിടെ നിന്നാ അതിന്റെ കയ്യെഴുത്ത് പ്രതി കിട്ടിയത്? ഏത് കൊല്ലമാണ് അതിന്റെ കയ്യെഴുത്ത് പ്രതി രേഖപ്പെടുത്തിയത്? ആ കയ്യെഴുത്ത് പ്രതി ഉണ്ടാക്കാൻ അവലംബിച്ച കയ്യെഴുത്ത് പ്രതി എവിടെയാണുള്ളത്?
നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ എന്തിനാ ഇങ്ങനെയൊക്കെ ചോദിക്കണോ ഒരു കിതാബ്? അത് ചോദിച്ചിട്ട് ഇതൊക്കെ ചോദിക്കണോന്ന് സഖാഫി ചോദിച്ചാൽ അപ്പൊ അതിന്റെ മറുപടി ഞാൻ പറയാം. അതിന്റെ മറുപടി നമ്മളെ കയ്യിൽ ഉള്ളതുകൊണ്ടാ. നിങ്ങളൊക്കെ ഒരു മറുപടിയെങ്കിലും ഉണ്ടായല്ലോ, അൽഹംദുലില്ലാ. വലിയ സന്തോഷം തന്നെ. എനിക്ക് അതിൽ വലിയ താല്പര്യമുണ്ട്. എന്നാൽ അടുത്ത പ്രാവശ്യങ്ങൾ ആ മറുപടി ഒന്ന് പറയണം. എനിക്ക് അത്രേ പറയേണ്ടതുള്ളൂ. വലിയ വായിൽ മൂപ്പരെ വെല്ലുവിളിയാണ് ഇപ്പൊ. ഓരോടത് കണ്ടുപിടിച്ചത്, ഓരോടത് പ്രസിദ്ധീകരിച്ചത്. എന്നാ ഞാൻ ഓരോന്നിനും മറുപടി പറയാം. വെക്ക് ഓരോ ചോദ്യം കിതാബ് എടുക്ക്. സഖാഫിമാര് മറുപടി പറയണം. ആരാണ് ആ മുസന്നഫ് അബ്ദുർ റസാഖ് പുറത്തിറക്കിയത്? മറുപടി പറയും. സഖാഫികളോട് അല്ലാത്തവരോട് ചോദിച്ചിട്ട് കാര്യമല്ലാന്ന് ഓൽക്കറിയാം. അപ്പോ എന്തേലും ഒന്ന് കിട്ടണ്ടേ? അതിന് വലിയ നല്ലത് എന്ന് പറഞ്ഞ് നിങ്ങൾ ഈ കൗമ് ഈ ആദർശ പ്രബോധന രംഗത്ത് എസ്കേറിന് ഒരു സാധനം ഉണ്ടോ ചരിത്രത്തിൽ? അതൊക്കെ തെളിയിക്കടോ എസ്കക്കാരാ. ആണുങ്ങളാണെങ്കിൽ തോന്നിയാസം പറയാൻ വലിയ യോഗ്യതയൊന്നും വേണ്ട. ആണുങ്ങളാകാനാ യോഗ്യത വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൂറുമായി ബന്ധപ്പെട്ട് അതാണ് സൃഷ്ടിച്ചതെന്ന് പറഞ്ഞത് ഞങ്ങൾക്കറിയാം. നിങ്ങളത് ഉയർത്തിക്കാണിക്കുമെന്ന്. പക്ഷേ വെല്ലുവിളിക്കുന്നു ഈ ചാലിയത്ത് വെച്ച് ഇനി ഇവിടെ പ്രസംഗിക്കുന്നുവെങ്കിൽ സഖാഫിമാര് മറുപടി പറയണം. ആരാണ് ആ മുസന്നഫ് അബ്ദുർ റസാഖ് പുറത്തിറക്കിയത്? ജുസൂൽ മഫ്ഖൂദ് എന്ന് പറഞ്ഞ് നഷ്ടപ്പെട്ട ചില ഹദീസുകൾ, മുസന്നഫ് അബ്ദുർ റസാഖിൽ നിന്ന് നഷ്ടപ്പെട്ട ചില ഹദീസുകൾ എന്ന് പറഞ്ഞ് ആ ഉണ്ടാക്കിയ പുസ്തകം അതാരാ പുറത്തിറക്കിയത്? ആരാ അതിനെ അവതാരിക എഴുതിയത്? എവിടെ നിന്നാ അത് പുറത്തിറങ്ങിയത്? എവിടെ നിന്നാ അതിന്റെ കയ്യെഴുത്ത് പ്രതി കിട്ടിയത്? ഏത് കൊല്ലമാണ് അതിന്റെ കയ്യെഴുത്ത് പ്രതി രേഖപ്പെടുത്തിയത്? ആ കയ്യെഴുത്ത് പ്രതി ഉണ്ടാക്കാൻ അവലംബിച്ച കയ്യെഴുത്ത് പ്രതി എവിടെയാണുള്ളത്? നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ എന്തിനാ ഇങ്ങനെയൊക്കെ ചോദിക്കണോ ഒരു കിതാബ്? അത് ചോദിച്ചിട്ട് ഇതൊക്കെ ചോദിക്കണോന്ന് സഖാഫി ചോദിച്ചാൽ അപ്പൊ അതിന്റെ മറുപടി ഞാൻ പറയാം. അതിന്റെ മറുപടി നമ്മളെ കയ്യിൽ ഉള്ളതുകൊണ്ടാ. നിങ്ങളൊക്കെ ഒരു മറുപടിയെങ്കിലും ഉണ്ടായല്ലോ, അൽഹംദുലില്ലാ. വലിയ സന്തോഷം തന്നെ. എനിക്ക് അതിൽ വലിയ താല്പര്യമുണ്ട്. എന്നാൽ അടുത്ത പ്രാവശ്യങ്ങൾ ആ മറുപടി ഒന്ന് പറയണം. എനിക്ക് അത്രേ പറയേണ്ടതുള്ളൂ. വലിയ വായിൽ മൂപ്പരെ വെല്ലുവിളിയാണ് ഇപ്പൊ. ഓരോടത് കണ്ടുപിടിച്ചത്, ഓരോടത് പ്രസിദ്ധീകരിച്ചത്. എന്നാ ഞാൻ ഓരോന്നിനും മറുപടി പറയാം. വെക്ക് ഓരോ ചോദ്യം കിതാബ് എടുക്ക്. സഖാഫിമാര് മറുപടി പറയണം. ആരാണ് ആ മുസന്നഫ് അബ്ദുർ റസാഖ് പുറത്തിറക്കിയത്? മറുപടി പറയുന്നു. അദ്ദുക്തൂർ ഈസ ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു മുഹമ്മദ് ഇബ്നു മാനി അൽ ഹുമൈരി, അതായത് ദുബൈയിലെ ഔഖാഫിന്റെ ഇസ്ലാമിക് മതകാര്യ വകുപ്പിന്റെ മുൻ ഡയറക്ടറായിരുന്ന വിശ്രുത പണ്ഡിതനാണ്. അദ്ദുക്തൂർ ഈസ ഇബ്നു അബ്ദുല്ലാഹ് എന്ന് പറയുന്ന മഹാപണ്ഡിതനാണ്. അദ്ദേഹമാണ് ഇത് പുറത്തിറക്കിയിട്ടുള്ളത്. ചോദ്യം വരട്ടെ. ഒന്നാം ചോദ്യത്തിന്റെ മറുപടി. ആരാ അതിനെ അവതാരിക എഴുതിയത്? കേട്ടോ, ഞാൻ പറഞ്ഞു തരാം. അവതാരിക എഴുതിയ ആള് തഖരീദുദ് ദുക്തൂർ അൽ മുഹദ്ദിസ് മഹ്മൂദ് സഈദ് മംദൂഹ് അൽ മിസ്രി അശ്ശാഫിഈ. രണ്ടാം ചോദ്യത്തിന്റെ മറുപടി. അടുത്ത ചോദ്യം ചോദിക്കേ. എവിടെ നിന്നാ അത് പുറത്തിറങ്ങിയത്? പുറത്തിറങ്ങിയത് ദുബൈയിൽ നിന്നാണ് ഇത് പുറത്തിറങ്ങിയിട്ടുള്ളത്. പറയാ ചോദിക്ക. എവിടെ നിന്നാ അതിന്റെ കയ്യെഴുത്ത് പ്രതി കിട്ടിയത്? ഇന്ത്യയിൽ നിന്നാണ് അതിന്റെ കയ്യെഴുത്ത് പ്രതി കിട്ടിയത്. സയ്യിദ് മുഹമ്മദ് അമീൻ ബറക്കാത്തി അൽ ഖാദിരി എന്നിവരിൽ നിന്നാണ് അത് കിട്ടിയത്. പറയൂ. ഏത് കൊല്ലമാണ് അതിന്റെ കയ്യെഴുത്ത് പ്രതി രേഖപ്പെടുത്തിയത്? ഹിജ്റ 933 റമളാൻ 9 തിങ്കളാഴ്ച ദിവസമാണ് അതിന്റെ കയ്യെഴുത്തു പ്രതി ആ കയ്യെഴുത്തു പ്രതിയിൽ നിന്ന് വിരമിച്ചത്. ആ കയ്യെഴുത്ത് പ്രതി ഉണ്ടാക്കാൻ അവലംബിച്ച കയ്യെഴുത്ത് പ്രതി എവിടെയാണുള്ളത്? അത് ഇമാം ഖസ്തല്ലാനിയും ഇമാം സുയൂത്തിയും ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമിയും ഒക്കെ അവലംബിച്ച ഏത് കയ്യെഴുത്തു പ്രതിയാണോ അതേ പ്രതിയിൽ നിന്നാണ് ഇവരും അത് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. പറഞ്ഞ മറുപടി എനിക്കൊന്ന് കേൾക്കണം. ചോദ്യം. അപ്പോ സഹോദരന്മാരെ, തോട്ടൂനൊരു സിസർ വലിച്ച രസം, ഇങ്ങൊക്കൊരു നുറുക്കും കട്ടൻ ചായയും കുടിച്ച രസം അറിയും ജീവിതത്തിലേക്ക്. വേറെന്ത് രസാ കൂട്ടരെ നിങ്ങൾക്ക് അറിയാം. ഇസ്ലാമിക പ്രബോധനം ഇങ്ങനെയാ. വൈജ്ഞാനിക ചർച്ചകളാണ് ആവശ്യം, അല്ലേ? അങ്ങനെ മൂവാറ്റുപുഴ വെച്ച് നമ്മുടെ ഹസ്സനിമാർ വഹാബി പ്രസ്ഥാനത്തിന്റെ നെറുകയിൽ കോടാലി കൊണ്ട് അമർത്തി മേടി രണ്ടാക്കി കൈ കൊടുത്ത്. ഇപ്പൊ എന്താ അവസ്ഥ? ഒരു കൗമ് മറ്റൊരു കൗമിനെ തൗഹീദിന്റെ പേരിൽ വരട്ടാൻ. അവസാനോ ജിന്ന് മുജാഹിദ് പറഞ്ഞ പുതിയ മുജാഹിദ് നടത്തം പഠിച്ചുണീന്റെ മുമ്പ് തന്നെ വാദം പിടിച്ച പോലെ, അല്ലേ? ആലുവയിൽ വെച്ച് നടന്ന സംവാദം, ഇപ്പൊ മൂവാറ്റുപുഴ നടന്ന സംവാദം പ്രചരിപ്പിക്കുന്നത് സക്കരിയ സൊലായി. ആലുവയിൽ നടന്ന സക്കരിയാക്കെതിരെയുള്ള സംവാദം പ്രചരിപ്പിക്കുന്നത്
അനീഫ മൗലവി, നിങ്ങൾ ഏത് ലോകത്താ? നിങ്ങൾക്ക് കഥ അറിയോ? ഞങ്ങളെ പ്രസ്ഥാനപ്പ് എവിടെയുള്ളത് നിങ്ങൾക്ക് വല്ല വിവരമുണ്ടോ? ഞങ്ങൾക്ക് ഇന്ന് വൈകുന്നേരം ചാലിയാർ പോയിലെ വെള്ള പ്രശ്നം മനസ്സിലായി നിങ്ങൾക്ക്? നാളെ ഞങ്ങൾക്ക് അമേരിക്കയിൽ, ഇന്നലെ മഹാനായ ഖമറുലുലമ കാന്തപുരം ഉസ്താദ് കടന്നു ചെന്നത് സൗദിയുടെ അധികാര കേന്ദ്രങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്ന പ്രവാസികളുടെ കഥ പറയാനാ കൂട്ടരെ. നിങ്ങൾ ഏത് ഡാഷിലാന്നാ ഞാൻ ചോദിക്കണുള്ളൂ, തോട്ടുവിന്റെ മലയാളം അറിയാത്തതുകൊണ്ട്. മനസ്സിലായോ? പറയൂ നിങ്ങൾ തന്റെ ഇടം. ഞങ്ങളെ വിഷയം ഇതൊക്കെയാ അല്ലേ? ഇനി നോക്കുങ്ങള്, ആലുവയിലെ വ്യവസ്ഥയുടെ ചർച്ചയുടെ ക്ലിപ്പിങ്ങുകൾ മറ്റേ മുജാഹിദിട്ടിട്ട് പ്രചരിപ്പിക്കുക. കഴിഞ്ഞ ദിവസം എറണാകുളം ജില്ലയിൽ കുന്നുകരയിൽ വെച്ച് നടന്ന സംവാദത്തിൽ ഇവർ വലിയ കാര്യത്തിൽ പറഞ്ഞു, പ്രാർത്ഥന അല്ലാഹു ജിന്നി വിഭാഗത്തിൽപ്പെട്ട ആളുകളും ജിന്നിനോട് സഹായം തേടുന്നത് ശിർക്കല്ല എന്ന് പറയുന്ന ആളുകളും AP വിഭാഗത്തിൽപ്പെട്ട ആളുകളും തമ്മിൽ ചർച്ച നടന്നു. ആ ചർച്ചയിൽ ജിന്നിനോട് സഹായം തേടുന്നത് ശിർക്കല്ല എന്ന് പറയുന്ന ആളുകൾ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, പ്രാർത്ഥന അള്ളാഹിനോട് മാത്രമേ പാടുള്ളൂ, അള്ളാഹിനോട് മാത്രമേ ദുആ ചെയ്യാൻ പാടുള്ളൂ. ഞങ്ങളത് പറയുന്നു, അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്ന തേടുന്നത് ശിർക്കാണ് എന്ന് പറഞ്ഞപ്പോ സുന്നി വിഭാഗത്തിലെ മുസ്ലിയാർ എഴുന്നേറ്റ് എന്താ പറഞ്ഞത്? അതിലാർക്കാ തർക്കം? മനസ്സിലാക്കിയിട്ടുള്ള സുന്നികൾ അള്ളാഹ് ചെയ്യുന്നത് ദുആ ആണ് എന്നാണ്. സഹോദര, ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ ചെയ്യുന്നത് ദുആ അല്ല എന്നാണ്. അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യാൻ പാടില്ല എന്ന വിഷയത്തിൽ ഞങ്ങൾക്കും നിങ്ങൾക്കും തർക്കമല്ല. മറിച്ച് തർക്കം ദുആ എന്താണ് എന്നിടത്താണ്. ദുആ അദൃശ്യമാകുമ്പോഴാണ് എന്നാണ് ഇതുവരെ നിങ്ങൾ പറഞ്ഞത്. പക്ഷെ നിങ്ങളത് മാറ്റി. നിങ്ങളിപ്പോ സൃഷ്ടികളുടെ കഴിവിന്റെ അപ്പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട്. മാറ്റം വന്നത് അവിടെയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അന്ന് പറഞ്ഞത് തന്നെയാണ് ഇന്നും ഞങ്ങൾ പറയുന്നത്. അതുകൊണ്ടാണ് മുഹീദ്ദീൻ ശൈഖിന്റെ ഈ വചനം വന്ന് ചോദിച്ച സമയത്ത് ഞങ്ങൾ പറഞ്ഞില്ലേ, ആരോടും ചോദിക്കരുത് എന്ന് പറഞ്ഞപ്പോ ജിന്നിനോട് ചോദിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ അത് പറഞ്ഞു, അത് പ്രാർത്ഥനയായ ദുആനെ കുറിച്ചാണ് അവിടെ പറഞ്ഞത്. ആര് പറഞ്ഞു? ആ പ്രാർത്ഥനയാകുമ്പോൾ അള്ളാഹുവിനോട് പറ്റുള്ള വിഷയം ഞങ്ങൾക്ക് തർക്കല്ല, നിങ്ങൾക്കും തർക്കല്ല. പക്ഷെ പറഞ്ഞത് അങ്ങനെയാണ് എന്ന് നിങ്ങൾ എവിടുന്ന് കിട്ടി? അങ്ങനെയാണെന്ന് ഞങ്ങളും പറയുന്നത്. അങ്ങനെയാണ്, തർക്കമല്ലല്ലോ. പക്ഷെ അത് ജിന്നിനോടാകുമ്പോ അത് പ്രാർത്ഥനയാകുമെന്നാണ് നിങ്ങൾ പറഞ്ഞത്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞത് ജിന്നിനോടാണെങ്കിൽ അത് ജിന്ന് മരിച്ചതാണെങ്കിലേ ആവുള്ളൂ, അല്ലെങ്കിൽ ജിന്ന് നമ്മുടെ റേഞ്ചിന് പുറത്താണെങ്കിലേ ആവുള്ളൂ എന്നാണ്. പ്രാർത്ഥന അള്ളാഹിനോട് മാത്രമേ പാടുള്ളൂ എന്ന കാര്യത്തിൽ ഞങ്ങൾക്കും തർക്കമില്ല. നേരെ മറിച്ച് നിങ്ങൾ പറയുന്ന സഹായവേട്ടമുണ്ടല്ലോ, ആ സഹായവേട്ടമാണ് ഞങ്ങൾ നടത്തുന്നത് എന്ന് പറഞ്ഞു. എന്ന് മാത്രമല്ല, അവിടെ നൗഷാദ് ഹസനി ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകളോട് ആരൊക്കെയുണ്ട്? ഒരു ദാരിമിയുണ്ട്, ഒരു ഫൈസിയുണ്ട്, അതേപോലെ തന്നെ ഒരു മദീനിയുണ്ട്, ഇതൊന്നും അല്ലാത്തൊരു ഫാരിസിയുണ്ട്. ലബ്ബദാരിമിയുണ്ട്, ഇബ്രാഹിം ഫൈസിയുണ്ട്, ഷമീർ മദീനിയുണ്ട്, സൽമാനുൽ ഫാരിസിയുണ്ട്. നൗഷാദ് ഹസനി ചോദിച്ചു, കാരണം ജിന്നെ രക്ഷിക്കണേ, പുഴയിൽ വീണ മൗലവി വിളിച്ചു പറയുകയാണ്. സർക്കാരൻ നേരം നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഹയ്യും ഖാദിറും ഹാദിറുമായ ഒരു ജിന്നിനെ വിളിച്ചു, ജിന്നേ ശൈത്താനെ ഇഫ്രീത്തെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ ശിർക്കാന്ന് പറയാൻ ധൈര്യമുള്ള ഒറ്റ കുട്ടിയിലുണ്ടോ? വെല്ലുവിളിക്കുന്നു. എന്തിനാണോ നിങ്ങളെ പറ്റലി? ഞങ്ങളെ ചോദ്യം, പുഴയിൽ വീണ മൗലവി ഹയ്യും ഖാദിറും ഹാദിറുമായ ഇഫ്രീത്തിനെ വിളിച്ച ശിർക്കാണോ അല്ലേ? എന്ത് പറയാണ്ട് ഹയ്യും ഹാലിറും ജിന്നിനോട് ഒരു ഭൗതിക സഹായം ചോദിക്കുന്നത് ശിർക്കാണെന്ന് പറയാൻ ചങ്കൂറ്റമുള്ള ആൺകുട്ടികൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ എന്ന് നൗഷാദ് ഹസനി ചോദിച്ചിട്ട് മാ പറയാൻ ഒരാൾക്കും കഴിഞ്ഞില്ല, മിണ്ടാൻ കഴിഞ്ഞില്ല. മാത്രമല്ല വേറെ രസമുണ്ടായി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളെ പറ്റി ഏറ്റവും വലിയ ഒരു ആരോപണം എന്താ? നമ്മളുടെ ആദർശത്തെ ചോദ്യം ചെയ്യല. ആ ചർച്ച നടക്കുമ്പോ വഹാബ് സഖാഫി മമ്പാട് ലബ്ബദാരിമിയെ ഇരുത്തിക്കൊണ്ട് പറഞ്ഞു, ലബ്ബദാരിമി, മൂവാറ്റുപുഴ സംവാദം കഴിഞ്ഞ് പോകുമ്പോ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ നിങ്ങളൊന്ന് ആലോചിക്കണമെന്ന്, നിങ്ങളൊന്ന് പഠിക്കണമെന്ന്? അന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞത് എന്താ? ഞാൻ ആലോചിച്ചിട്ട് വരാം, നിങ്ങൾ ഞങ്ങളുടെ കൂട്ടത്തിൽ വാ എന്ന് ഞാൻ പറഞ്ഞപ്പോ ഞാൻ ആലോചിക്കട്ടെ എന്നല്ലേ നിങ്ങളെന്ന് എന്നോട് പറഞ്ഞത്. അപ്പോ ഞങ്ങൾ ഈ അള്ളാന്റെ ഭൂമിയിൽ ഇങ്ങനത്തെ ആ സക്കരിയങ്ങളെ വണ്ടി കയറ്റല്ലേ ഞാൻ ആലോചിച്ചു. ഈ ജാതി ഒരു വണ്ടിയിൽ ലബ്ബാദാരും ഈ ബൈസാൻ കാലത്ത് ഞങ്ങളോട് കഴിഞ്ഞ മൂവാറ്റുപുഴ സംവാദം കഴിഞ്ഞ് പോയപ്പോ സ്നേഹത്തോടെ പറഞ്ഞില്ലേ, നിങ്ങൾ ആലോചിച്ച് വരാമെന്ന് സ്വകാര്യമായി പറഞ്ഞല്ലേ, പിന്നെ എന്തേ സക്കരിയ നിങ്ങൾക്ക് തന്നതെന്നാ ഞമ്മക്ക് അറിയാത്തേ.
എന്ന് വഹാബ് സഖാഫി ചോദിച്ചപ്പോ ഒന്നുകിൽ ലബ്ബ പറയണം, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ലബ്ബയോടൊപ്പമുള്ളവർ പറയണം, ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്തേ പറയാൻ കഴിയാത്തത്? ലബ്ബ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഉണ്ട്, നമ്മള് പറയലൊക്കെ സത്യ. അപ്പോ എസ്കക്കാരെങ്ങനെ ഒരു ആഗ്രഹം നിങ്ങൾക്ക് ഉണ്ടോ? നിങ്ങൾ കാലാകാലം AP ഉസ്താദ് സൈഡാവണോ കാത്തു നിന്നാൽ നിങ്ങൾ ആയുസ് പോയി കിട്ടും. നിങ്ങൾ വിഷയത്തേക്ക് വരി, നമ്മളൊന്ന് ഒന്നിച്ചു പിടിക്ക. ഇപ്പൊ ഏത് വികലാംഗനും കൂടിയ കിട്ടും വഹാബികളെ, ഒന്ന് കൂടിയൊക്ക. അല്ലാതെ ഈ മൂച്ചിപ്പിരാന്തും പറഞ്ഞ് നടക്കുന്ന ഏർപ്പാട് നിർത്തിക്കൂടെ? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ രാജ്യത്ത് ആദരണീയരായ പണ്ഡിതന്മാർ രൂപീകരിച്ചത് ആദർശ പോരാട്ടത്തിന് വേണ്ടിയാണെങ്കിൽ ആദർശ പോരാട്ട രംഗത്ത് ആവേശകരമായ ചരിത്രം സൃഷ്ടിച്ച ഇതുപോലെയുള്ള അനുഭവങ്ങളിൽ നിന്ന് ഒരു 2 വരി ഈ രാജ്യത്ത് കേൾപ്പിക്കാൻ എസ്കക്കാരന്റെ കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് കഴിയുമോ എന്നാണ് ഞങ്ങൾക്കറിയേണ്ടത്. കാന്തപുരം ഉസ്താദിനെ തെറി പറയൽ യോഗ്യതല്ല കൂട്ടരെ. അതിന് ചെറിയ റേഞ്ച് പോയി കിട്ടിയാൽ മതി, ചെറിയ റേഞ്ച് കമ്മിയായാൽ മതി തോന്നിവാസം പറയാൻ. പക്ഷേ നിങ്ങൾ ആലോചിച്ചു നോക്ക്, മഹത്തായ ഈ ആദർശ പ്രസ്ഥാനം, ആ ആദർശ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ നൂറുകണക്കായ മുഖാമുഖം നടത്തി നമ്മുടെ പണ്ഡിതന്മാർ. ആ മുഖാമുഖങ്ങളുടെ ആവേശകരമായ രംഗം ഈ രാജ്യത്തെ സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തകന്മാർക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ആ മുഖാമുഖ നായകരുടെ നേതൃത്വമായിരുന്ന മഹാനായ മാളിയേക്കൽ ഉസ്താദ് ആവേശത്തോടെ ആ കാര്യം സൂചിപ്പിച്ച് വെല്ലുവിളിക്കുകയാണ്. ഇതൊരു പരസ്യമായ വേദി ചാലിയത്തങ്ങാടിയിൽ അല്ലേ? ഈ പരസ്യമായ വേദിയിൽ നമ്മുടെ പ്രവർത്തകന്മാർ ഇവിടെ മറുപക്ഷത്തുള്ള വലിയ മൗലവിമാരുടെ വീട്ടിൽ വരെ ചെന്ന് ക്ഷണിച്ചു എന്നാണ് ഞാൻ അറിഞ്ഞത്. വീട്ടിൽ വരെ വന്ന് ക്ഷണിക്കുകയാണ്. ഞങ്ങളുടേത് പരസ്യമായ വേദിയാണ്, സുതാര്യമായ വേദിയാണ്, തുറന്ന വേദിയാണ്. നിങ്ങൾക്ക് ആദർശപരമായി തർക്കത്തിലിരിക്കുന്ന വിഷയങ്ങളിലൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം, സംശയങ്ങൾ ചോദിക്കാം, എത്രയും ചോദിക്കാം, തീരുന്നത് വരെ ചോദിക്കാം. ഇതല്ലേ നമ്മുടെ മുഖാമുഖത്തിന്റെ ശൈലി? മുഖാമുഖം ഇന്ന് ആരംഭിച്ചതല്ലല്ലോ, വർഷങ്ങളായി. നൂറുകണക്കിന് വേദികൾ ഞാനും എന്റെ സുഹൃത്തും മുഖാമുഖങ്ങളിൽ പോയിട്ടുണ്ട്. അവിടെയൊക്കെ തുറന്ന വേദികളാണ് നമ്മൾ ഒരുക്കിയത്, തുറന്ന വേദികൾ. ഞാൻ വളരെ വിനയത്തോടെ ചോദിക്കുന്നു, ഇങ്ങനെ തുറന്ന വേദി ഒരുക്കി ഒരു ശ്രോതാവിനെ സംബന്ധിച്ച് ആ ശ്രോതാവിന് തങ്ങളുടെ ആദർശങ്ങളിലുള്ള വിശ്വാസങ്ങളിലുള്ള മുഴുവൻ സംശയങ്ങളും ചോദിക്കാൻ അവസരം സൃഷ്ടിച്ചുകൊണ്ടുള്ള പരസ്യമായ വേദി ഏത് മതപ്രബോധക സംഘത്തിനാണ് കേരളത്തിൽ സൃഷ്ടിക്കാൻ സാധിക്കുക? ഏത് മതപ്രബോധക സംഘത്തിന് സാധിക്കും? SYS-നല്ലാതെ, SSF-നല്ലാതെ, ഈ 2 സംഘടനകളും പ്രതിനിധാനം ചെയ്യുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കല്ലാതെ കേരളത്തിൽ ഇസ്ലാമിന്റെയും തൗഹീദിന്റെയും പേരിൽ പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തുന്നവരാണ് തങ്ങൾ എന്ന് അവകാശപ്പെടുന്ന ഏതെങ്കിലും കക്ഷികൾക്ക് പരസ്യമായ ഒരു വേദി സംഘടിപ്പിച്ചുകൊണ്ട് അവിടെ ആയിരക്കണക്കിന് ജനങ്ങളെ ഒരുമിച്ച് കൂട്ടി, ഇതാ ചോദിച്ചോളൂ, മൈക്ക് ഞങ്ങളുടെ ചെലവിൽ തരാം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് സംശയങ്ങൾ, എന്തും ചോദിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തുറന്ന വേദി SYS-കാർക്ക് മുമ്പിൽ ഒരുക്കിത്തരാൻ, SSF-കാർക്ക് മുമ്പിൽ ഒരുക്കിത്തരാൻ കേരളത്തിലെ ഏത് മതപ്രബോധക സംഘത്തിന് സാധിക്കും? മുജാഹിദാകാം, ജമാഅത്തെ ഇസ്ലാമിയാകാം, തബ്ലീഗാകാം, ഖാദിയാനിയാകാം, ഏതുമാകാം. ആർക്ക് സാധിക്കും? ഈ ഒരൊറ്റ വെല്ലുവിളിയിൽ നിന്ന് സുഹൃത്തുക്കളെ സത്യം എവിടെ എന്ന് മനസ്സിലാക്കാൻ ആർക്കാണ് പ്രയാസം? ആർക്കാണ് പ്രയാസം? ഒരു കാര്യം ഞങ്ങൾ മനസ്സിലാക്കുന്നു, അതെന്താണ്? പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമായിരിക്കണം. പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമാണോ, പ്രമാണബദ്ധമാണോ എങ്കിൽ അവർക്ക് ചോദ്യങ്ങളെ ഭയപ്പെടേണ്ടതില്ല. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അടച്ചുപൂട്ടിയ പുസ്തകമല്ല, ഇതൊരു തുറന്ന പുസ്തകമാണ്. തുറന്ന പുസ്തകമാണ്. ഈ പുസ്തകം ആർക്കും മറിച്ചു നോക്കാം. ആ പുസ്തകത്തിൽ ഉള്ള സംശയങ്ങൾ അത് ദൂരീകരിക്കുവാനും വിശദീകരിച്ചു തരുവാനും അതിന്റെ പണ്ഡിതന്മാർ ബാധ്യസ്ഥരാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള സംശയങ്ങൾ ദൂരീകരിച്ചു തരാൻ
പണ്ഡിതന്മാർക്ക് സാധിക്കുന്നില്ലെങ്കിൽ അവർ രംഗം വിടേണ്ടി വരും. അതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. പ്രബോധനം ചെയ്യുന്ന ആദർശം, പ്രബോധനം ചെയ്യുന്ന വിശ്വാസം, പ്രബോധനം ചെയ്യുന്ന കർമ്മ പരിപാടികൾ, ആ കർമ്മ പരിപാടികളെ സംബന്ധിച്ച് ഏത് സംശയങ്ങൾ പ്രബോധിത ജനതക്കുണ്ടെങ്കിലും ആ പ്രബോധിത ജനതയുടെ സംശയങ്ങളും അവരുടെ ആശങ്കകളും അവരുടെ ഭയപ്പാടുകളും അത് തികച്ചും പ്രമാണബദ്ധമായി രേഖകളുടെ പിൻബലത്തോടെ സഹോദരങ്ങളെ നിവാരണം കണ്ടെത്തി കൊടുക്കേണ്ടത് പ്രബോധന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നവരുടെ ബാധ്യതയാണ്. അങ്ങനെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തുറന്ന പന്തലിൽ വെച്ച് ചോദിച്ചോളൂ, നിങ്ങൾക്ക് എത്രയും ചോദിക്കാം എന്ന് ഞങ്ങൾ പറയുന്നത്. ഇവിടെ വെച്ച് മാത്രമല്ല, ഒരു കാലത്ത് നിയമ തടസ്സങ്ങളില്ലായിരുന്നു, ഇപ്പൊ നിയമ തടസ്സങ്ങൾ വരാൻ തുടങ്ങി. കാരണം പിൻവാതിലിലൂടെ പ്രവർത്തനങ്ങൾ തുടങ്ങി. ഞങ്ങൾക്ക് പലപ്പോഴും വളരെ ആവേശകരമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പെരിന്തൽമണ്ണയിൽ വെച്ച് മുഖാമുഖം നടക്കുമ്പോൾ ഞങ്ങൾ ഓർക്കുന്നു, 10 മണിവരെ 9:30 മണിവരെയായിരുന്നു അനുവദിച്ച സമയം. 9:30 മണിവരെ വിഷയാവതരണം മഗ്‌രിബിന് മുമ്പ് കഴിഞ്ഞ് പിന്നീട് മഗ്‌രിബിന് ശേഷം ചോദ്യങ്ങൾ ആരംഭിക്കുകയാണ്. പക്ഷെ അപ്പോഴും 9:30 വരെ മാത്രമേ സമയമുള്ളൂ. ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ സ്റ്റേജിന്റെ പിൻഭാഗത്ത് കാവലിരിക്കുകയാണ്. 9:30 കഴിഞ്ഞു, 10 കഴിഞ്ഞു, 10:30 കഴിഞ്ഞു, 11 കഴിഞ്ഞു. 11:30 മണിക്കാണ് SI വന്നുകൊണ്ട് ഇപ്പൊ ഏറെക്കുറെ ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞില്ലേ, ഇനി നിങ്ങൾ നിർത്തിക്കോളൂ എന്ന് ഞങ്ങളോട് പറഞ്ഞത്. SI അദ്ദേഹം മുഖാമുഖം കേൾക്കുകയായിരുന്നു. 9:30 മണിവരെ അനുവദിച്ച സമയം 11:30 വരെ നീട്ടിത്തന്നു. ഇന്ന് ചരടുവലികൾ തുടങ്ങി. കാരണം SYSന്റെ പ്രബോധന പ്രവർത്തനങ്ങളെ ഭയക്കുന്ന ഒരു വിഭാഗം ഇവിടെയുണ്ട്. SSFും SYSും നടത്തുന്ന മുഖാമുഖ പരിപാടികളെ ഭയപ്പെടുന്ന ഒരു വിഭാഗം ഇവിടെയുണ്ട്. അതുകൊണ്ട് അവർ മറ്റ് ചില രഹസ്യ വഴികളിലൂടെ സ്വാധീനം ചെലുത്തി കൃത്യം 10 മണിക്ക് തന്നെ പരിപാടി അവസാനിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നു. നമ്മുടെ കേരളത്തിൽ അങ്ങനെയായിരുന്നു മതപ്രബോധനങ്ങൾ നടത്തിയിരുന്നത്. സഹോദരന്മാരെ, ആ നെഞ്ചൂക്കാണ്, ആ ആർജവമാണ് മഹാനായ ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ് ഞങ്ങൾക്ക് കൈമാറി തന്നിട്ടുള്ളത്. ആ കൈമാറി തന്ന ആർജവബോധത്തിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഞങ്ങളൊന്നൊരുമ്പെട്ടാൽ എസ്കക്കാർക്കാർക്കും കഴിയില്ല എന്നത് തിരുകേശ വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ 2-3 കൊല്ലക്കാലത്തിനിടയിൽ നടന്ന ചർച്ചകളിൽ ഞങ്ങൾ കാര്യം നിങ്ങളെ ബോധ്യപ്പെടുത്തിയതല്ലേ? എത്ര ചർച്ച നടന്നു, എത്ര കാര്യങ്ങൾ പറഞ്ഞു. ഏതാണ് എസ്കക്കാരായി ഇനി ഞങ്ങൾ പറയാത്ത മറുപടി? നിങ്ങളൊരു 10 സാധനം ഉണ്ട്, ഇൻഷാ അല്ലാഹ് ഞാൻ അതിന് മറുപടി പറയുന്നുണ്ട്, നിങ്ങൾ ബേജാറാകണ്ട. പക്ഷേ തിരുകേശ വിവാദത്തിൽ ഞങ്ങൾ ഇങ്ങനെ വെല്ലുവിളിച്ചിട്ടില്ലേ? കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടില്ലേ? UAE അഹമ്മദ് ഖസ്റജിയുടെ അരികിലേക്ക് ആ സനദ് പരിശോധിക്കാൻ മഹാനായ പേരോട് ഉസ്താദിനെ വെല്ലുവിളിച്ച അമ്പലക്കടവിന് പിന്നെ ശ്വാസം നേരെ വീണിട്ടുണ്ടോ എന്നാണ് ഞങ്ങൾക്കറിയേണ്ടത്. ഓർമ്മണ്ടോ നിങ്ങൾക്കാന്ന് വെല്ലുവിളി? കേട്ടോളൂ എസ്കക്കാര, തൊലിക്കട്ടി കൂടുതലുണ്ടെങ്കിൽ മാത്രം തെരുവിലിറങ്ങിയാൽ മതി, അല്ലെങ്കിൽ നാളെ ഊട്ടുമുണ്ടടിച്ച് തലയിലിടാതെ തെരുവിലിറങ്ങരുത് എന്നാണ് ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ആ വെല്ലുവിളി ഒന്ന് കേട്ടോളൂ. വെല്ലുവിളിക്കുന്ന ഇവിടുന്ന് അഹമ്മദ് ഖസ്റജി മരിച്ചു പോയിട്ടില്ല, പേരോട് മരിച്ചു പോയിട്ടില്ല, നമ്മളും മരിച്ചു പോയിട്ടില്ല. അബുദാബി നിലനിൽക്കുന്നതിന്റെ അവിടെ സമാധാന യുദ്ധമല്ല. അബുദാബിക്ക് ടിക്കറ്റും കിട്ടും. എയർ ഇന്ത്യക്ക് എന്തോ പൈലറ്റ് പറച്ച് അവർ ഒരുപാട് ഫ്ലൈറ്റ്, വേറെ എയർലൈൻസിന്റെ ഫ്ലൈറ്റ് പറക്കുന്നുണ്ട്. വിസയും പെട്ടെന്ന് കിട്ടും. പേരോടിന് വിസ ഫ്രീ, ടിക്കറ്റ് ഫ്രീ. ഈ വിഷയം അന്വേഷിക്കാൻ വേണ്ടി അബുദാബി അഹമ്മദ് ഖസ്റജിയുടെ അടുത്തേക്ക് മിതമായ മധ്യസ്ഥന്മാരെ കൂട്ടിക്കൊണ്ട് പോകാൻ തയ്യാറുണ്ടെങ്കിൽ എല്ലാ ചെലവും വഹിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. റെഡി റെഡി റെഡി. പോകുന്ന ദിവസം എനിക്ക് ഒഴിവുള്ള ദിവസം ടെലിഫോൺ ചെയ്തോ, വാങ്ങിക്കോ, ഞാൻ റെഡി. 5 പൈസ തരണ്ട. ഇനി വേണമെങ്കിൽ വരുന്ന 25-ാം തീയതി ഞാൻ അബുദാബിയിലുണ്ടാവും. വന്നോ? റെഡി. അടുത്ത് അങ്ങനത്തതൊന്നും വേണ്ട മോനെ. ഇനി മധ്യസ്ഥനാ വേണ്ടേ? അഹമ്മദ് ഖസ്റജിക്ക് നല്ല പരിചയമുള്ള ആളാണ് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. അദ്ദേഹം ബാപ്പാന്റെ കൂടെ വന്ന് പാണക്കാട് താമസിച്ചതാണ്. കുഞ്ഞാലിക്കുട്ടി സാഹിബിന് അദ്ദേഹത്തിന് അറിയാം, പാണക്കാട് തങ്ങന്മാരറിയാ. മർക്കസിൽ വന്നിട്ട് പിറ്റേന്ന് രാവിലെ ഉസ്താദിന്റെ മകൻ ഹക്കീം അസ്ഹരിയുടെ കൂടെ ഉസ്താദിന്റെ വണ്ടിയിൽ മർക്കസിൽ നിന്ന് പാണക്കാട്
പോയിട്ട് മുനവ്വർ ശിഹാബ് തങ്ങളെയും മറ്റൊക്കെ കണ്ടതാണ്. അതുകൊണ്ട് മധ്യസ്ഥനായിട്ട് ബഹുമാനപ്പെട്ട മുനവ്വർ ശിഹാബ് തങ്ങളെയും കുഞ്ഞാലിക്കുട്ടിയെയും നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഞാൻ റെഡിയാണ്. എനിക്ക് അവർ രണ്ടാളും പറ്റും. സഹോദരന്മാരെ, അത് ശരി, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണോ? മുജാഹിദ്, ജമാഅത്ത്, ഖാദിയാനി, യുക്തിവാദി, നിരീശ്വരവാദി, ഇങ്ങനത്തെ മുഴുവൻ വാദികളെയും ഒരു സ്ഥലത്ത് ഇരുത്തിയിട്ടാണ് ഞങ്ങൾ പണിയെടുക്കുന്നത്. നിങ്ങളാ ഞങ്ങൾക്കൊരു പ്രശ്നോ? അപ്പോ സഹോദരന്മാരെ, ഇവിടെ നമ്മൾ പറയാനുള്ളതൊക്കെ പറഞ്ഞതാ. അമ്പലക്കടവിൽ ചെന്ന് പറഞ്ഞിട്ടുണ്ട് വിനീതനായ ഞാൻ. അമ്പലക്കടവിൽ അയാള് എഴുന്നേറ്റ് നിൽക്കുന്നത് ഞങ്ങളാരും കണ്ടിട്ടില്ല. പോകട്ടെ, ഈ ഫിത്തിനക്ക് കൊടുപിടിച്ച സാക്ഷാൽ ബഹാവുദ്ദീൻ കൂരിയാടിന്റെ മൂക്കിന് ചുവട്ടിൽ വിനീതനായ ഞാൻ ചെന്നുകൊണ്ടോ മട്ടം പോലെ പറഞ്ഞിട്ടുണ്ട്. അറിയുങ്ങൾക്ക് എസ്കക്കാരെ, നിങ്ങൾ കിണറ്റിലെ തവളോളെ 10 പിരിയത്ത് കറങ്ങല്ലേ? ഞങ്ങൾ കേരളം മൊത്തം ഡേറ്റ് കറങ്ങിയ കൂട്ടക്കാരാ. അറിയുങ്ങൾക്ക് ഈ പ്രസംഗിക്കാൻ വരുന്ന ആൾക്കാർക്കും അത് തിരിയും. പക്ഷേ ഐറ്റക്ക് ചോറ് കൊടുക്കണ സാധുക്കൾ നിങ്ങൾക്ക് അറിയില്ല. അതാ കഥ. ഞങ്ങളോ കൂരിയാട് നദിവിന്റെ മൂക്കിന് ചുവട്ടിൽ ഒന്ന് ഞാൻ പോയി, നിങ്ങളൊന്ന് മുട്ടിയോക്കി. രണ്ടാമത് വിനീതനായ ഞാൻ പോയി, പിന്നെ നിങ്ങൾ ആ വൈക്ക് കണ്ടിട്ടില്ല. അവിടെ വെച്ചു നമ്മൾ ചോദിക്കേണ്ടത് ചോദിച്ചതാ, കിട്ടേണ്ട മറുപടി കിട്ടിയിട്ടില്ല. സാക്ഷാൽ കൂരിയാട് നദി കളിച്ചു വളർന്ന തിരുമുറ്റത്ത് വെച്ച് തന്റെ അടുത്തോട് ഞാൻ ചോദിക്കുന്നു, അതിന്റെ സനദയുടെ പറയേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട്. പറയൂ മുസ്ലിയാരെ സനദ്. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ഷാൻ മുബാറക് പള്ളിക്ക് പണം പിരിക്കാൻ കമ്മീഷൻ കൊടുക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞ പച്ചക്കള്ളം തേന മുസ്ലിയാരുടെ തറവാടിന് യോജിച്ചതാണോ? ബഹുമാന്യരായ തേന മുസ്ലിയാരുടെ ആത്മാവ് പൊറുക്കുമോ ഈ പച്ചക്കള്ളം? തലപ്പാവ് വെച്ചുകൊണ്ട് സമുദായത്തിന്റെ പേരിൽ വിലസി ഇസ്ലാമിന്റെ പേര് പറഞ്ഞ് എന്തിനാണ് മുസ്ലിയാരെ ഈ കള്ളം ആവർത്തിക്കുന്നത്? കാന്തപുരം ഉസ്താദ് അള്ളാന്റെ ദീനിന്റെ പ്രബോധനത്തിൽ 2 കലിമത്ത് കള്ളം പറഞ്ഞതായി തെളിയിക്കാൻ ഉമ്മ വെച്ചവരെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. അതേ സമയത്ത് കൂരിയാട് നദി പറഞ്ഞ കള്ളങ്ങളുടെ മാലപ്പടക്കങ്ങള് ഇൻഷാ അല്ലാഹ് തെളിയിക്കേണ്ടടുത്ത് തെളിയിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അത് രണ്ടാമത്തെ മറുപടിയിൽ പോയി തെളിയിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത് ചോദിക്കേണ്ടത് ചോദിക്കാനും താക്കീത് ചെയ്യേണ്ടവരോട് താക്കീത് ചെയ്യേണ്ടത് മട്ടം പോലെ താക്കീത് ചെയ്യാനും ഞങ്ങൾ പോണ്ടോടത്തൊക്കെ പോയിട്ടുണ്ട്. ആ കൂരിയാട് വെച്ച് തന്നെ പറയേണ്ടവരോട് മുഖത്ത് നോക്കി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് പറയേണ്ട കാര്യം. നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? കാന്തപുരം ഉസ്താദ് നിങ്ങൾക്ക് പുറം കയറാനുള്ള ഒരു ചാഞ്ഞ മരമാണെന്ന് കരുതിയോ? നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. ആ പണ്ഡിത നേതൃത്വത്തെ കൈവെക്കാമെന്നും ആ പണ്ഡിത നേതാവിന്റെ താജുൽ ഉലമയുടെ എം.എ. ഉസ്താദിന്റെ ചിത്താരി ഉസ്താദിന്റെ സർവോപരി ഞങ്ങളുടെ പണ്ഡിത നേതാക്കളുടെ ആത്മാഭിമാനത്തിൽ തൊട്ടുകളിക്കാമെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുവെങ്കിലോ നിങ്ങളെ ഇരുത്തേണ്ടത് തിരുത്തുക തന്നെ ചെയ്യൂ. ഞങ്ങൾ ഇഞ്ചിഞ്ചായി കൊല ചെയ്യപ്പെട്ടാലും കല്ലേറുകൾ വന്നാലും കൂക്കി വിളിച്ചാലും അപവാദങ്ങൾ പറഞ്ഞാലും ഞങ്ങളുടെ ആത്മീയ നേതാക്കളെ തൊട്ടുകളിക്കാനൊരു മാനവരെയും ഞങ്ങൾ അനുവദിക്കുകയില്ല. സഹോദരന്മാരെ, ഇനിയിപ്പോ ഞങ്ങൾ എന്താ പറയാൻ ബാക്കിയുള്ളത്? എന്താ ഇനി ഞങ്ങൾ പറയാൻ ബാക്കിയുള്ളത്? പറയൂ നിങ്ങള്. പിന്നെ വേറൊരു പണിയില്ലെങ്കിൽ ഇതന്നെ പറയാന്നുള്ളത് അതിന് ഞങ്ങളെ കിട്ടൂല. ഞങ്ങക്ക് വേറെ കുറെ പണിണ്ട് കൂട്ടരെ. മുജാഹിദ് പെട്ടെന്ന പറയേണ്ടത് ഞങ്ങൾ തന്നെയാ മറുപടി. നിങ്ങൾക്ക് കഥ നിങ്ങളെ കാത്തുന്ന കണക്കായി സമസ്താന്നും പറഞ്ഞു കണ്ട് ദീന് പറയാ. ഞങ്ങളെ കാത്തുന്നാല് അള്ളാന്റെ ദീന് ഇവിടെ കുളം തോണ്ടൂലേ? അപ്പോ സഹോദരന്മാരെ, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രബോധനത്തിന് അതിനെതിരെ വന്ന കക്ഷികളോട് കഴിഞ്ഞ കാലങ്ങളിൽ ആവേശകരമായി പടപൊരുതിയ ചരിത്രം പറയാനുള്ളൊരു സംഘടന കേരളത്തിൽ ഇന്ന് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് താജുൽ ഉലമയുടെയും ഖമറുൽ ഉലമയുടെയും ആദർശപ്പടയണിയാണ് എന്നത് ആർജവത്വത്തോടെ പറയാൻ ഞങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ പറയും ഇങ്ങനത്തെ 4 അനുഭവം. അപ്പോഴാണ് ആണുങ്ങളെ മുട്ടല്. ആണുങ്ങൾ മുട്ടും പോലുള്ള മുട്ടൽ അപ്പോഴാ വരിക. ഇനി നിങ്ങൾ നോക്ക, ബഹുമാനപ്പെട്ട 10 പിരിയ ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. തബ്ലീഗ് ജമാഅത്തിന് പലപ്പോഴും നിങ്ങളുടെ പള്ളിയുടെ കിടപ്പ് തിണ്ണയിൽ നിങ്ങൾ പാത്രം വെക്കാൻ അടുപ്പ് മുട്ടിക്കൊടുക്കുമ്പോൾ ആ തബ്ലീഗ് ജമാഅത്തിനെതിരെ ഹറഫം ബിഅർഫ് ഗണ്ണിക്കാണ്
ബഹുമാനപ്പെട്ട പത്തപിരിയ മുസ്താദ്. ഓരോന്ന് വായിക്കുമ്പോഴും നമുക്ക് വ്യക്തമായി ബോധ്യപ്പെടും തബ്ലീഗ് ജമാഅത്തിന്റെ ആശയം ഒറിജിനൽ ബിദ്അഈ ആശയം തന്നെയാണ്. ഒരു ചോദ്യം നോക്ക് നിങ്ങൾ, മഹ്ഫൽ मीलाद में जिसमें रिवायत सहीह पढ़ी जावे और लाफो गुजाफ और रिवायत मौजूआ और कादिबा न हो शरीक होना कैसा है? കെട്ടിച്ചതച്ച കഥകളോ കെട്ടിച്ചമച്ച കഥകളോ അതേപോലെ അശ്ലീലം പറച്ചലോ പൊങ്ങച്ചം പറച്ചലോ ഒന്നുമില്ലാതെ സ്വഹീഹായ റിപ്പോർട്ടുകൾ വെച്ച് മാത്രം ഉണ്ടാക്കപ്പെട്ട മൗലിദ്, ആ മൗലിദ് ഓതുന്ന സദസ്സിൽ സംബന്ധിക്കൽ അതിന്റെ വിധി എന്താണ് എന്നാണ് ചോദ്യം. ആ ചോദ്യത്തിന് തബ്ലീഗ് ജമാഅത്തിന്റെ വലിയ മുർഷിദാണ്, കുത്തുബാണ് എന്ന് രേഖപ്പെടുത്തി വെച്ച റഷീദ് അഹമ്മദ് ഗംഗോഹി കൊടുക്കുന്ന മറുപടി നാ ജായിസ് ഹേ ബസബബ് ഔർ ഉജൂഹ് കെ. നിങ്ങൾക്ക് വിവരം അറിയില്ല, എന്നാൽ നിങ്ങൾക്ക് ഇന്ന് അങ്ങനത്തെ ഒരു ഗണ്ണനത്തിന് നിങ്ങൾ ഗതിമുട്ടി പുലി പുല്ലും തിന്നുമെന്ന പറഞ്ഞ പോലെ നിങ്ങൾ നിർബന്ധിതരായ തന്നെ അതിന് കൊക്കയും കൊടിയെടുത്ത് ഇന്നുങ്ങളെ വയസ്സായ ഉസ്താദന്മാര് നടക്കണ്ടേ? വേണ്ടേ? കാവനൂരിൽ ഒരു മുസ്ലിം ഖുർആൻ ക്ലാസ് നടത്തി. ഖുർആൻ ക്ലാസ് നടക്കണോടത്തോളം കൂടുള്ളൂര് തബ്ലീഗ്. അവസാനം എസ്കക്കാര് കുടുങ്ങി, മറുപടി പറയേണ്ട ഗതികേട് വന്നു. അവസാനം മറുപടിക്ക് വന്നതാരങ്ങൾ ആ സാധു ബാപ്പുസ്താദ്. ഈ വയസ്സായ ഉസ്താദുമാരാ മട്ടം പോലെ കിതാബ് ഓതിക്കൊടുത്ത് തഹ്കീഖ് പറയാൻ ഏൽപ്പിച്ചണ്ടേ? എന്നിട്ട് അദ്ദേഹം വന്നിട്ട് മറുപടി പറയാൻ. പത്തപ്പരി ഉസ്താദിന് ഒരു കയ്യിൽ കിതാബും പിന്നെ ഉസ്താദിന്റെ തൊള്ളിയാണ്. ബാപ്പുസ്താദിന് മുന്നിൽ മൈക്കിയും എരുത്ത് ഉറുദു വായിക്കാൻ കൂട്ടി. പടങ്ങൾ എവിടെ തീർന്നു? ഫത്താവ റഷീദിയില് ഈ പറഞ്ഞ തബ്ലീഗ് ജമാഅത്തിന്റെ നേതാവ് ഉസ്താദ് പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഗൈബ് അറിയുകയില്ല. ഇത് ഖുർആനും ഹദീസും സ്ഥിരപ്പെടുത്തിയതാണ്. നബിക്ക് ഗൈബിന്റെ അറിവ് ഉണ്ടെന്ന് വിശ്വസിക്കൽ കുഫ്റാണ്. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹിക്ക് ഗൈബ് അറിയുമെന്ന് വിശ്വസിച്ചാൽ കുഫ്റാണ്. ഫത്താവ റഷീദിയില് അത് വ്യക്തമായ കുഫ്റാണ്. കുഫ്ർ എന്നല്ല പറഞ്ഞിട്ടുള്ള വ്യക്തമായ കുഫ്ർ. വായിച്ചു ഹസ്രത്തെ സല്ലല്ലാഹു അലൈഹി വസല്ലം കോ ഇൽമേ വായിച്ചോ? വായിച്ച ആള് അർത്ഥം വെക്കല്ല, അർത്ഥം വെക്കുന്ന ആള് വായിച്ചല്ല. എന്നാ ഇവിടെ കണ്ടെങ്കിലൊക്കെ മണിയായിട്ട് കുനുകുനേനെ അല്ലേ? ആദർശ പ്രബോധനത്തിന് ആയുധം കയ്യിൽ വേണം. മനസ്സിലായില്ലേ? ബഹുമാനപ്പെട്ട ബാപ്പുസ്താനെ പോലത്തെ അല്ല ഞാൻ വിഷയത്തിന് വേണ്ടത്. ഓലിങ്ങനെ കണ്ട് സന്തോഷിക്കണം, ശിഷ്യന്മാരാ പണിയെടുക്കുന്നത് കണ്ടിട്ട്. അപ്പോഴേ ഈ പ്രബോധനം സാർത്ഥകമാകുന്നുള്ളൂ. അപ്പൊ സഹോദരന്മാരെ, പ്രബോധനത്തിന്റെ വർത്താനം പറയാം, ആദർശ പ്രബോധനം. പക്ഷേ നിങ്ങൾ ഈ 10-25 കൊല്ലക്കാലം എന്തിനാ ചെലവഴിച്ച്? AP ഉസ്താദും താജുൽ ഉലമയും എന്തു ചെയ്യണോ അതിന്റെ നേരെ അപ്പുറം ചെയ്യാൻ. എങ്ങനെ ചെയ്യാ? പ്രവർത്തിക്കല്ല. അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു തോന്നിവാസം പറയാം. ഇപ്പൊ നോക്കിങ്ങൾ, ലോകത്തെല്ലോടത്തും റബീഉൽ അവ്വൽ വരുമ്പോ ലോക മുസ്ലിങ്ങള് മൗലിദ് ആഘോഷിക്കുക. ആ മൗലിദ് ആഘോഷത്തിൽ ഇന്ത്യ രാജ്യത്ത് നിന്ന് പലപ്പോഴും വിദേശ രാജ്യങ്ങളിലെ അന്താരാഷ്ട്ര മൗലിദ് പരിപാടിയിൽ പങ്കെടുത്ത അനുഭവജ്ഞാനമുള്ള ഖമറുൽ ഉലമ ഇന്ത്യ രാജ്യത്തെ മുസ്ലിം സമുദായത്തിന് പുത്തനുണർവുകൾ സമ്പാദിച്ചുകൊണ്ട് ആഗോളതലത്തിലെ മുസ്ലിം പണ്ഡിതന്മാരൊക്കെ ഒരുമിച്ച് കൂട്ടി അന്താരാഷ്ട്ര മൗലൂദ് പരിപാടികൾ ഉണ്ടാക്കി. അതിനെ പരിഹസിക്കേണ്ടത് ആരാ? കേരളത്തില് വഹാബികളല്ലേ, മൗദൂദികളല്ലേ? പക്ഷേ നോക്കിങ്ങള്, അതിനെ പരിഹസിക്കുന്നത് SKSSFന്റെ ഒരു ലോക്കൽ മെമ്പർ ആണെങ്കിലും നമുക്ക് വിടാം. ഞാൻ അതിന്റെ മേലക്കില്ല. അങ്ങനത്തെ ഒരു ഉസ്താദ് വന്നിട്ട് അതിനെ കളിയൊക്കെയാണ്. ഇങ്ങനെയാണ് നിങ്ങൾ ആയുസ് പോയത്. ഇങ്ങനെ ആയപ്പോ നമ്മളെന്താ കാട്ടില്? അപ്പൊ നിങ്ങളെ വിത്തനാക്കാൻ വേണ്ടി ഞാൻ നുണിയും പറഞ്ഞ് കുറെ പണച്ചാക്കും നുണച്ചാക്കും ഒക്കെ വലയിലുണ്ട്. അത് ശരിക്കും ഉപയോഗപ്പെടുത്തും. പിന്നെ പണച്ചാക്ക് നുണച്ചാക്ക് ഇതൊന്നും ഞാൻ അതിനെപ്പറ്റി പറയണില്ല. പിന്നെ അന്താരാഷ്ട്ര മൗലൂദ് അതിൽ നിങ്ങൾ പേടിച്ചാൽ മതി. പേടിക്കുങ്ങൾ അണികള് കൂടൊഴിയും. അതിന് നിങ്ങൾ കൊടുക്കണ മരുന്നാണ് ഈ തോന്നിയാസം. അന്താരാഷ്ട്ര മൗലൂദ് ഇനി അദ്ദാദുണ്ടാവും. അതിനെന്താ ഉസ്താദ് നിങ്ങൾക്ക് കുഴപ്പോ? ഉണ്ടായിക്കോട്ടെ. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ എല്ലാവരും അദ്ദാദ് ചെല്ലട്ടെ. അതിനാ ഞങ്ങളെ 40 കോടിന്റെ പള്ളി. ലോകത്തെല്ലാരും കൂട്ടി അദ്ദാദ് ചെല്ലണം, ലോകത്തെല്ലാരും കൂട്ടി മൗലൂദ് ചെല്ലണം. മനസ്സിലായില്ലേ? നിങ്ങൾ അതിനിങ്ങനെ പറഞ്ഞെടുക്കും പിച്ചിയും.
അത് പറയാൻ അന്താരാഷ്ട്ര സ്വലാത്തുണ്ടാവും, പല ആദ്യം ഉണ്ടാവും ഇവിടെ. ചെല്ലട്ട് ഉസ്താദെ എല്ലാരും സ്വലാത്തല്ലേ, ചെല്ലട്ട് എല്ലാരും ഹദ്ദാദല്ലേ, അതിന് മുജാഹിദിനല്ലേ പൊറുതിയോട് വേണ്ടി. ഇതാണ് വിഷയം. ഇനി ഇവിടുന്ന് കഴിഞ്ഞോ നിങ്ങൾ നോക്ക്, ബല്യോടുത്താപ്പി അസുഖം. പിന്നെ ഇളന്തൽക്കത്തെ കഥ പറയണം. വല്യോരു ഉസ്താദിന്റെ കാര്യപ്പെട്ട വയലു കൂടെ വരുന്ന മർമ്മപ്രധാനമായ വാക്കുകൾ നോക്കി നിങ്ങൾ. അപ്പൊ ഞങ്ങളെ പറ്റി വലിയൊരു യോഗത്തിൽ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പുണ്യനബിന്റെ മുടി കത്തിക്കാൻ പറഞ്ഞാൽ ആ നാവ് കരിഞ്ഞു പോകും. ആ പുണ്യനബിന്റെ മുടി അല്ലാത്ത മുടിയാണ്, ആ അങ്ങനത്തെ ഒരു മുടിയെ പറ്റി പുണ്യനബിന്റെ മുടിയാണ് എന്ന് പറഞ്ഞ് നുണ പറഞ്ഞാൽ അത് കണ്ണും മൂക്കും കാലും സാമാനും ഒക്കെ കരിഞ്ഞു പോകും. പലചരക്ക് പീടിന്ന് വാങ്ങണ അല്ല ഈ തൊട്ട ഒല മുറിയണതാ. ഈ തൊട്ട ഒല മുറിയണ സംഗതിന്റെ പേരൊക്കെ പറയാം 3000ന്റെ ആമ്പിളിമാണോ ഉസ്താദുമാരെ? ഞങ്ങളെ ഉസ്താദുമാര് ബഹുമാനം പഠിപ്പിച്ചതുകൊണ്ട് അത്രയേ പറയണു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ക്ലിപ്പ് നിങ്ങളതുകൊണ്ട് കിട്ടാൻ ഇജാതിയാന്ന് മാത്രം. ഞങ്ങളെ ക്ലിപ്പ് വേറെ, നിങ്ങളെ ക്ലിപ്പ് ഇജാതി. എന്നിട്ട് ബഹുമാനപ്പെട്ട പത്തപ്പരി ഉസ്താദിനെ കുതിരയാക്കാൻ ഇവിടെ ഒരു ക്ലിപ്പിട്ട് പത്തപ്പി ഉസ്താദിന്റെ സംസ്കാരം പഠിപ്പിക്കാൻ എങ്ങനെ കൊണ്ടെന്നാലും ഇതിന് സക്കാത്ത് കൊടുക്കാല്ല. ഈ സംസ്കാരത്തിന് സക്കാത്ത് കൊടുക്കാൻ 2.5 അതൊന്നും. എന്താന്നിട്ട് വിഷയോ 60ാം വാർഷികത്തിൽ വെച്ച് ശംസുൽ ഉലമ നടത്തിയ ഒരു പ്രസ്താവന, വഹാബികളുമായി ഐക്യപ്പെടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശംസുൽ ഉലമ പറഞ്ഞ പദം അങ്ങനെ തന്നെ കടമെടുത്തു വായിച്ച പത്തപ്പിരി ഉസ്താദിനെ ശംസുൽ ഉലമ പറഞ്ഞ ആ പദം പത്തപ്പിരിയത്തിന്റെ പദാന്ന് വരുത്തി തീർത്ത് പത്തപ്പിരിയത്തിന്റെ സംസ്കാരം ആൾക്കാണ്. ആരേ? എസ്കക്കാർ. ആ എസ്കന്റെ വേദിയിൽ ആരാളുള്ളത്? ഊതിപ്പൊകച്ച് ചൂടും പുകയിട്ട് വരുന്ന ഒരു ചങ്ങാതി. അയാളെ സംസ്കാരോ ഒരു ചെറിയ ഡോസ് മുഴുവൻ കേൾപ്പിക്കണില്ല, ഒറ്റ കലിമത്ത്. നീ ഇന്ത്യയിൽ കാല് കുത്തുന്ന ദിവസം ഇസ്രായേൽ എന്നെ അറിയും. നല്ല വിഷയം മൗലവി. ഇത് ഇന്ത്യ എന്ന് പറഞ്ഞ താലിബാൻ നിർത്തിക്കള. സിനിമാ സ്റ്റണ്ട് അല്ലത്, ഇത് സിനിമാ സ്റ്റണ്ട് അല്ല. ആ പോകയും വലിച്ചു വന്ന ചങ്ങായില്ലേ, ഓന്റെ തൊള്ളി കൂടെ വന്നതാ. എന്താ മൂപ്പര് പറയണ അറിയോ? പല്ലു തട്ടുന്നു. മൂപ്പര മുമ്പിൽ 2 അല്ല. അതെങ്ങനെ തട്ടിയതാന്ന് ഇപ്പൊ ഞാൻ പറയണില്ല, കാരണം അതൊന്നും മൈക്കിൽ കൂടെ പറയാൻ പറ്റൂല. അപ്പൊ ഇരിക്കട്ടെ. എസ്കക്കാരാ, ഗീറ് മാറ്റാൻ ഞങ്ങളെ നിർബന്ധിക്കരുത് നിങ്ങള്. ഞങ്ങൾ ഈ ഗീറിൽ ഇങ്ങനെ പോവുകയാണ്, ഒരു ആവറേജ്. അയിമ നിൽക്കാൻ നിങ്ങൾ ഞങ്ങൾ അനുവദിക്കണം. മനസ്സിലായില്ലേ? അപ്പോ ഈ ഒരു സംസ്കാരത്തിലൂടെയുള്ള ക്ലിപ്പുകളും സംസാരങ്ങളും നിങ്ങളെ നേതാക്കെന്ന് കിട്ടുമ്പോ ഞങ്ങൾ പാടുന്നത് മൊഹീദ്ദിമാലയാണ്. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ കൽഭാഗമെന്നോവർ. കോഴിയുടെ മുള്ളോട് കൂവന്നു ചൊന്നാര് കൂശാതെ കൂക്കി പറപ്പിച്ചു വിട്ടോവർ. 40 വട്ടം ജനാപത്തുണ്ടായാര് 40 വട്ടം ഒരുരാ കുളിച്ചോവർ. എന്നാൽ ഇത് SSF മൗലൂദ, ഇത് SYSR മൗലൂദ. കാരണം ഞങ്ങൾക്ക് കിട്ടിയ സംസ്കാരം അന്താരാഷ്ട്ര മൗലൂദിന്റെതാ, അന്താരാഷ്ട്ര മാലന്റെതാ, അന്താരാഷ്ട്ര അദ്ദാദിന്റെതാ, അന്താരാഷ്ട്ര മൗലൂദിന്റെതാ. ഇനി അന്താരാഷ്ട്ര തെറിന്ന് കിട്ടിയ മാല കേട്ടോളൂ നിങ്ങൾ. ഓൽക്കും കിട്ടണല്ലോ മാല, അന്താരാഷ്ട്ര മാല. ഞങ്ങളെ സഖാഫിമാരുടെ ഷെയ്ഖ് ഞാനെന്നോവർ. വെടിവെച്ചാൽ കൊള്ളാത്ത എന്റെ സയ്യാറിന് 90 ലക്ഷം വിലയുണ്ടാകുന്നവർ. പത്തിപ്പിരിയനെ പട്ടി കടിച്ചപ്പോൾ ഭയമേതും കൂടാതെ പട്ടിയെ കൊന്നവർ. മാല അത് മതി. ഇനിയുണ്ട് കുറെ മാല. ഇത് അന്താരാഷ്ട്ര തോന്നിയാസങ്ങൾ നടത്തിയപ്പോ കിട്ടിയതാണ്. ഞങ്ങൾ അന്താരാഷ്ട്ര മൗലൂദ് നടത്തി, അന്താരാഷ്ട്ര അദ്ദാദ് നടത്തി, ഞങ്ങൾക്ക് അന്താരാഷ്ട്ര നന്മ കിട്ടി. ഇങ്ങക്ക് അന്താരാഷ്ട്ര തോന്നിയാസം നടത്തിയപ്പോ കിട്ടിയ മാലയാണത്. വഹാബികളല്ല. പണ്ട് മൊഹീദ്ദിമാലിനെ എങ്ങനെ കുതിരയാക്കിയത് വഹാബികളാണ്. നിങ്ങൾ ആലോചിച്ചു നോക്ക്. ഇതൊക്കെ ഞങ്ങൾ ആരോടാ പറയുന്നത്? പഠിച്ചോനെ, സമൂഹത്തോട് ഞങ്ങൾക്കൊരു കടപ്പാടില്ലേ? മനുഷ്യരോട് ഞങ്ങൾക്കൊരു ബാധ്യതല്ലേ? അതുകൊണ്ടാണ് എസ്കക്കാരാ നിങ്ങൾ തല പൊന്തിച്ച് നടക്കുന്നത്. അല്ലെങ്കിൽ മരുന്ന് ഞങ്ങളെയൊക്കെ വേറെ ലൈറ്റല്ല. ക്ഷമിക്കണം പൊതുസമൂഹം ഞങ്ങളോട്. ഞങ്ങൾക്ക് താല്പര്യമല്ല, ഈ വിഷയത്തിൽ താല്പര്യമില്ല. ഞാൻ ഇന്ന് പത്രത്തിൽ ഇവിടെയുള്ള
SNDP-യുടെ സുഹൃത്തുക്കളുടെ ഒരു പ്രസ്താവന വായിച്ചു. ഞങ്ങൾ ആ പ്രസ്താവനയെ 100% പിന്തുണക്കുകയാണ്. അസഹിഷ്ണുതയുടെയും അപമര്യാദയുടെയും വാചക കസർത്തുകൊണ്ട് പത്തപ്പിരിയത്തെ ജനവിഭാഗത്തിന്റെ സായാഹ്നങ്ങളെ കലുഷിതമാക്കുന്നവർ ആരായാലും ആ കറുത്ത ശക്തികളെ ഇരുത്തേണ്ടടുത്ത് ഇരുത്താൻ ഈ രാജ്യത്തെ മുഴുവൻ സമൂഹത്തെയും ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. മാന്യമായി പറയണം. പിന്നെ ഇവിടെയുള്ള ഹൈന്ദവ സുഹൃത്തുക്കളോട് വിനയത്തോടെ ഞങ്ങൾ പറയട്ടെ, നിങ്ങൾ ഇസ്ലാമിന്റെ പേരിൽ കേൾക്കുന്ന പല പ്രകോപനപരമായ പ്രസംഗങ്ങളുമില്ലേ, അതിന് ഞങ്ങൾ ഉത്തരവാദികളല്ല. ആ പ്രസംഗവുമായി വരുന്ന ആളുകൾ ഞങ്ങളോടും അങ്ങനെ തന്നെയാണ്. അതങ്ങനെ ഒരു തലതിരിഞ്ഞ ടീമാണ്. ആ വഹാബി പ്രസ്ഥാനം, മുജാഹിദ് പ്രസ്ഥാനം നിങ്ങളോട് മാത്രമല്ല, അവരുടെ പ്രസിദ്ധീകരണത്തിൽ അവർ എഴുതി വെച്ചത് മമ്പുറത്തേക്ക് ഞങ്ങളുടെ മഹാന്മാരുടെ മഖാമുകളിലേക്ക് സിയാറത്തിന് പോകുന്ന മുസ്ലിങ്ങളെ കൊല്ലൽ നിർബന്ധമാണ്. അങ്ങനെ എഴുതി വെച്ച അവർക്ക് അമ്പലത്തിൽ പോകുന്ന ഹൈന്ദവരെ കൊല്ലൽ നിർബന്ധമാണെന്ന് പറയാൻ ഒരു മടിയും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് അവരുടെ അളവുകോൽ വെച്ചുകൊണ്ട് ഇസ്ലാമിനെയോ മുസ്ലിങ്ങളെയോ നിങ്ങൾ അളക്കരുതെന്ന് വിനയത്തോടെ സാന്ദർഭികമായും ഞങ്ങൾ സൂചിപ്പിക്കുകയാണ്. ഇരിക്കട്ടെ സഹോദരന്മാരെ, ഇവിടെ എന്താ നടക്കുന്നത്? ഇവിടെ ഇത്തരം സംഗതികളിലൊന്നും ഭാഗവാക്കാകാതെ, ആദർശം പറയാൻ വരാതെ, സുന്നത്യമായിട്ട് പറയാൻ വരാതെ, അരിയും തിന്ന് ആശാരിച്ചിയെയും കടിച്ച് ഡാഷ് വീണ്ടും മുന്നോട്ട് എന്ന് പറഞ്ഞ പോലെ സുന്നികൾക്ക് വേണ്ടി വഹാബികളോട് വാദപ്രതിവാദം നടത്തിയ ഒരു അനുഭവം പറയാനില്ല. ഞാൻ ചോദിക്കട്ടെ, സമസ്ത രണ്ടായിട്ട് കാലത്തിരിയായി എസ്കക്കാരാ ഇന്ന് വരെ ഒരു വഹാബി മൗലവിയുടെ മുമ്പിൽ കടന്നു ചെന്ന് ഇസ്ലാമിക പ്രമാണം ഉദ്ഘോഷിക്കുന്ന തൗഹീദ് ഇതാണെന്ന് പറയാൻ ഒരു മൗലവിയുടെ മുമ്പിൽ കടന്നു ചെല്ലാൻ വിധി കിട്ടിയ ഒരു മുസ്ലിയാരെ നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് പേര് പറ. ഇതൊന്നും ചെയ്യാതെ വീണ്ടും നോക്കി നിങ്ങൾ നമ്മളെ കുതിര കയറുകയാണ്. തോട്ടമുക്ക ഇസ്മായിൽ മൗലവി പറയാണ്, എസ്കക്കാരോട് പറയാണ്, എന്താ പറയുന്നറിയോ, SKSSF-കാരെ ഞമ്മളുള്ളൂട്ടോ അതൊക്കെ പറയാൻ. SSF-കാർക്കും SYS-കാർക്കും ഒന്നും അത് പറയാൻ കഴിയില്ല. കാരണോ ഇങ്ങനെ കാട്ടുമ്പോത്തിന് പേടിക്കുക. മൗലവിന്റെ ആദർശ വിശദീകരണ സമ്മേളനം വെച്ച് നമ്മൾ മാത്രമാണ് ആദർശം പറയാനുള്ളതെന്ന് ഒരു വിദ്വാൻ തട്ടിവിടുന്നത് കേൾക്കുക. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇതൊക്കെ പറയാൻ നമ്മളെ ഉള്ളൂ. മറ്റൊരാരെങ്കിലും ചെന്നാണ്ട് പറയാണ്, ഇപ്പൊ ജിന്നിന്റെ പ്രശ്നമൊക്കെ വന്നപ്പോ നമ്മളെ കാര്യമായ കേരളത്തിലെ സുന്നി പ്രഭാഷകന്മാരാരും ഇപ്പൊ രംഗത്തില്ല. എന്താ ജിദ്ദിൽ നിന്ന് തുടങ്ങി നോക്കിയതാണ്. എന്തേലും പറയോ? കാരണം ഇവര് വന്നിക്കാണ്ട് പറയാണ്, ജിന്നിന്റെ വിഷയത്തിൽ നിങ്ങൾ അങ്ങനെ പറഞ്ഞു വരുമ്പോ മറ്റാൾക്കാർ ചോദിച്ചൂലേ, ഇങ്ങനെ കാട്ടിയാൽ മതി. 4 മദ്ഹബ് എന്നല്ല ഇതിന്റെ അർത്ഥം. പിന്നെ 40 കോടിന്ന് വെറുതെ ശ്വാസം ഒരാൾ മെല്ലെ കൈന്ന് പൊന്തിച്ച പ്രസംഗങ്ങൾ കുടുങ്ങാണ്. എന്താ പറയാന്ന്? ചിലപ്പോ വെറുതെ പൊന്തിച്ചതേക്കും. ഇങ്ങനെ പൊതുരംഗത്ത് ഏടാകൂടത്തിൽപ്പെട്ട ആളുകൾക്ക് ഇതൊന്നും വിശദീകരിക്കാൻ കഴിയൂല. എന്നങ്ങൾ വിശദീകരിച്ചത് പറ. ഏടാകൂടത്ത് പെടാത്ത കൂട്ടരല്ലേ നിങ്ങള്? പറയൂ എസ്കക്കാരാ, നിങ്ങളുടെ നേതൃത്വത്തിൽ ഒരു മൗലവിയുടെ മുമ്പിൽ അരമണിക്കൂർ ഇരുന്നൊരു സംവാദം നടത്തിയ ചരിത്രം പറ. സമസ്ത 2 ശേഷം പറയൂ. ഞാൻ തൗഹീദ് അജഞ്ചലം എന്ന പേരിൽ കഴിഞ്ഞ 2 മാസങ്ങളിൽ ആയിരക്കണക്കായ സമ്മേളനം നടത്തിയ പ്രസ്ഥാനാണ് SSF. നമുക്കറിയില്ലേ, എടവണ്ണയിൽ കൊളത്തൂർ ഉസ്താദിന്റെയും പേരോട് ഉസ്താദിന്റെയും മാളിയക്കൽ ഉസ്താദിന്റെയും ഒക്കെ നേതൃത്വത്തിൽ നടന്ന ആവേശകരമായ സുന്നി സമ്മേളനം, വാഴക്കാട് നടന്ന സമ്മേളനം, അതുപോലെ പുളിക്കലിൽ നടന്ന സമ്മേളനം. അങ്ങനെ വിനീതരായ ഞങ്ങളെപ്പോലെയുള്ള ഇതിന്റെ ചെറിയ ഖാദിമകൾ നടത്തിയ 100 കണക്കായ പരിപാടികൾ. SSLC പരീക്ഷന്റെ പെർമിറ്റ് പ്രശ്നം വന്ന ഏതാനും ദിവസങ്ങൾ ഒഴിച്ചാൽ ബാക്കി ദിവസമൊക്കെ ഞങ്ങൾക്ക് പണി വഹാബികളെ കൈകാര്യം ചെയ്യാൻ. നിങ്ങൾക്കോ ഒരു 3 മാസങ്ങളെ അഡ്രസ് ഉണ്ടായിനോ കേരളത്തിൽ? ആ അഡ്രസ് ഇല്ലാതെ ഇപ്പൊ വീണ്ടും നിങ്ങൾ ഈ തിരുകേശം കുത്തിപ്പൊക്കിയേക്കല്ലേ? ഞങ്ങള് സോക്കട അറിഞ്ഞു ചികിത്സിക്കുന്ന ആൾക്കാരാ, മനസ്സിലായില്ലേ? ഇങ്ങള് വലിച്ചിനോടത്തേക്ക് ഞങ്ങൾ വരണമെങ്കിൽ അതിന് ഞങ്ങളെ വലുപ്പത്തിൽ വേറെ ആളെ നോക്കണം, മനസ്സിലായോ? എസ്കക്കാരാ, ഞങ്ങൾക്ക് സമൂഹത്തിന്റെ ദിശ അറിയാം, ഞങ്ങൾക്ക് സമൂഹത്തിന്റെ പൾസറിയാം. ഞങ്ങളെ പ്രബോധനത്തിന്റെ അജണ്ട ഏതിലൂടെ കൊണ്ടുപോകണമെന്ന് തീരുമാനിക്കാൻ ഒരു എസ്ക ഞാഞ്ഞൂലുകളെയും ഞങ്ങൾ അനുവദിക്കുകയില്ല.
അത് ഞങ്ങൾക്കറിയാം എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത്. ഈ ഒരു അവസ്ഥയിൽ സഹോദരന്മാരെ, എന്നാൽ ഇനി പറയട്ടെ, നമ്മളെ കൊണ്ട് ഇതിന് കഴിയൂല എന്നല്ലേ പറഞ്ഞത്. എന്നാ വഹാബി മൗലവി പറയട്ടെ, ഓല മുന്നിക്ക് ഇത് പറയാൻ ആരാ ചെല്ലല് എന്ന്. ഇവിടെ ആലുവാ സംവാദമൊക്കെ പരാമർശിച്ചു അത്രേ. സ്വന്തമായി ഒരു സംവാദം നടത്താൻ ഗതിയില്ലാത്തവർ മറ്റുള്ളവരുടെ സംവാദത്തിന്റെ അവകാശം ഏറ്റെടുത്ത് നടക്കുന്നത്, ആ വിഴുപ്പും പേര് നടക്കുന്നത് എന്ത് അഭിമാന ബോധത്തോടു കൂടിയാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. കേരളത്തില് സുന്നികളിൽ 2 ഗ്രൂപ്പുണ്ട്, മുജാഹിദികളിൽ 2 വിഭാഗം. സുന്നികളിൽ AP വിഭാഗം സംഗതി അവര് എത്ര തെറ്റായ ആദർശമാണ് വിശ്വസിക്കുന്നതെങ്കിലും അത് പറയാൻ തയ്യാറാണ്. ആ തെറ്റായ ആദർശം ജനങ്ങളോട് പറയാൻ പ്രബോധന രംഗത്ത് സജീവമായി അവരുണ്ട്. വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും ശരിയായ ആദർശം ഈ സമൂഹത്തിൽ പഠിപ്പിക്കാൻ മുജാഹിദുകളുമുണ്ട്. ഈ മാർഗത്ത് നിന്ന് ഔട്ടായിപ്പോയ 2 കൂട്ടരുണ്ട്, സൈഡായിപ്പോയി. വലിയ വട്ടിയൊക്കെ വരുമ്പോണ്ടല്ലോ ചിലപ്പോ ഓട്ടോറിക്ഷക്കാരും സ്കൂട്ടറുകാരൊക്കെ റോഡിന്റെ പോലെ നിന്ന് സൈഡിലേക്ക് ഇളകി പോകുന്ന രീതി കാണില്ലേ? അതുപോലെ ഈ പ്രവാഹത്തിനിടയിൽ 2 കൂട്ടർ സൈഡായിപ്പോയി. ഒന്ന് EK ഗ്രൂപ്പും മറ്റൊന്ന് മടവൂർ ഗ്രൂപ്പും. അപ്പോ എന്തെങ്കിലും വണ്ടിയൊക്കെ അപകടത്തിലായ പിന്നെ ഇത് റോഡ് കയറ്റാനുള്ള പണി എന്താ? റോഡ് സൈഡിലുള്ള പുല്ലും ചപ്പും ഒക്കെ വാരിയിട്ട് റോഡ് മേലിട്ടിട്ട് ആ സ്പീഡ് കുറക്കാനുള്ള സിഗ്നൽ കൊടുത്തിട്ട് ഒരു കയറ്റാൻ ശ്രമിക്കല്. അതുപോലെ കിട്ടിയതാണ് ജിന്ന് തിരുകേശം. അതുപോലെ കിട്ടിയതാണ് ജിന്നും തിരുകേശവും. 3 മാസം സൈഡിലാ അരിച്ചാലിക്ക് വീണ ഈ ഓട്ടോ നിങ്ങട്ട് കയറ്റണ്ടേ, അതിനിട്ടെടുക്കാണ് ഇപ്പൊ ഈ തിരുകേശവും. ഓൽക്ക് പുല്ലിന്റെ വിലയല്ലേ തിരുകേശത്തിനുള്ളൂ. ഓൽക്ക് അതൊക്കെ നടക്കും, വണ്ടി കയറ്റാനും കന്നാക്ക് തിന്നാൻ കൊടുക്കാനൊക്കെ പറ്റും. പക്ഷേ സഹോദരന്മാരെ, അബൂലഹബും ചെയ്തിക്കണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചപ്പോ ഒരു സുഹൃതം എന്ന മാതിരി കൂട്ടിയാൽ മതി. ഒന്ന് റോഡിലേക്ക് കയറണം. അപ്പൊ ഈ ജിന്നെന്ന പുല്ല് വലിച്ചിട്ട് കയറാൻ പറ്റുമെന്നാണ് 2 കൂട്ടരും സംയുക്തമായി ആലോചിച്ചത്. നടന്നില്ല, എവിടെയും കയറിപ്പറ്റാൻ കഴിഞ്ഞില്ല. ഇപ്പോ അങ്ങനെ ഉണ്ടല്ലോ, സംവാദം നടത്തിയത് ഒന്ന് നമ്മളാണ്, മുജാഹിദികളാണ്. മറ്റൊന്ന് AP വിഭാഗം സുന്നികളാണ്. നമ്മളെക്കാൾ അധികം ഇതിനെപ്പറ്റി വർത്താനം പറഞ്ഞ് നടക്കുന്നത് ഈക്കക്കാരും മടവൂരികളുമാണ്. മുജാഹിദീങ്ങൾ AP സുന്നികളുമായിട്ട് എത്ര വാദപ്രയോഗം നടന്നു, പക്ഷെ ഒറ്റതിന് ബലം കിട്ടുന്നുണ്ടോ? എത്ര സംവാദങ്ങൾ, ഒരുപാട് സംവാദങ്ങൾ നടന്നപ്പോ ഒന്നിന് പോലും ഈ കാസിമീൻ കൂട്ടറിൽ അതിനൊന്നും പോലെ കൊണ്ട് കഴിയൂല. ഇതിങ്ങനെ ആളല്ലാത്ത പോസ്റ്റ് ഗോളടിക്കുക, അവനാന കൗമിനെ കൊണ്ടുവന്ന് തക്ബീർ ചെല്ലാൻ ഭാഗമാക്കി നിർത്തി അവിടെ ഇങ്ങനെ വല്ല ആളെ ഷെയ്ഖുനായി സോഫി ചാരിരുന്നിട്ട് ലഹുൽ മഹ്ഫൂദ് നോക്കി ഇങ്ങനെ വയല് പറയാ. ഇവല് പറയണതൊക്കെ ശരിയാ, നിങ്ങൾ കൂട്ടണ്ട. ലൗഹുൽ മഹ്ഫൂദൊന്നും അയാൾ പറയാം, അയാൾ പൂച്ച പാലുടിച്ചിന മാതിരി കണ്ണും ചിമ്പി പറയല. പക്ഷേ പ്രസംഗം കേൾക്കണ ചിലർക്ക് ചിലയിടത്തൊക്കെ നോക്കേണ്ടി വരാറുണ്ട്. അതൊന്ന് കണ്ടോളി. ലൗഹുൽ മഹ്ഫൂദൊന്നും മൂപ്പര് നോക്കലില്ല, മൂപ്പര് പൂച്ച പാലുടിക്കണ മാതിരി കണ്ണും ചിമ്പി പറയല. പക്ഷേ മുന്നിലിരിക്കണ ചിലർക്ക് ചിലയിടത്തൊക്കെ നോക്കാൻ ഗതിയേടോണ്ട് വരലുണ്ട്. അത് എവിടുക്കാന്നുള്ളത് നിങ്ങളൊന്ന് കണ്ടോളി. അന്ത്യനാളിൽ മഹ്ശറിൽ വരുമ്പോൾ എല്ലാ ആളുകൾക്കും വഞ്ചകന്മാർക്കും അന്ത്യനാളിൽ വരുമ്പോൾ അവന്റെ ബാക്ക് സീറ്റിന്റെ ഭാഗത്ത്, കൃത്യമായി പറഞ്ഞാൽ ഈ ഭാഗത്ത്, മഹ്ശറിൽ വരുമ്പോൾ എല്ലാ ചതിയന്മാർക്കും അവരുടെ ഇവിടെ ഒരു കൊടി നാട്ടും. അവന്റെ ചതിയുടെ അളവനുസരിച്ച്. ഈ ഹദീസ് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും സ്വഹീഹുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഹദീസ് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും സ്വഹീഹുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഈ വാൽക്കുട്ടിയുടെ ഭാഗത്ത് നിന്ന് വീഡിയോ പിടിച്ചിന ആള് കുടുങ്ങുക, മുന്നിൽ കുതിർക്കണ ആളും കുടുങ്ങുക. വീഡിയോക്കാരൻ അങ്ങോട്ടും ഇങ്ങോട്ടാണ് ഇതിപ്പോ പിടിക്കാൻ വേണ്ടി പിടിക്കാതെക്കാൻ വേണ്ടി. കാരണം വീഡിയോക്കാരന് ഇപ്പൊ ഇതിന്റെ മറുമറി മൂപ്പർക്ക് ഇങ്ങനെ തോന്നുന്നുണ്ട്, ഇതാണോ ഇതിന്റെ പ്രധാനപ്പെട്ട പോയിന്റ്. അത് വിചാരിച്ചുമ്പോ അത് പിടിക്കണമെന്നും തോന്നുന്നുണ്ട്. പക്ഷെ ഇത് സാധനം അവിടെ ആയി പോയല്ലോ, സ്പോട്ട് മാറിയല്ലോ എന്ന് കരുതുമ്പോ പിടിക്കാനും തോന്നുന്നില്ല. ആ വെറിയാണ് ക്യാമറ ഇങ്ങനെ വറക്കണത്. അപ്പൊ നോക്കി നിങ്ങള്, ഭയങ്കര ക്ലാസ്സാണ്. എന്നാണ് പറഞ്ഞത്, ചതിയുടെ ചിഹ്നം, ഒരു ചതിയുടെ കൊടി. അവർ അവന്റെ ചതിയുടെ അളവനുസരിച്ച് അവന്റെ വാൽക്കുത്തിയുടെ ഭാഗത്ത്, മൃഗങ്ങൾക്ക് വാലുണ്ടാകുന്ന ഭാഗത്ത് കൊടി നാട്ടപ്പെടുമെന്ന് പുണ്യനബി
അർഫഉഹാ ഖദ്റൻ, അതിലേറ്റവും കൊടിയുണ്ടാവുക, ഏറ്റവും വലിയ കൊടി രാഷ്ട്രീയക്കാരുടെ കൊടിയായിരിക്കും. അർഫഉഹാ ഖദ്റൻ ലിവാഉൽ ഇമാമിൽ ഖാദിരി എന്ന് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കൂട്ടത്തിൽ മഹ്ശറിൽ വരുമ്പോൾ ഏറ്റവും വലിയ കൊടി ഭരണാധികാരികളുടെയും ജനനേതാക്കളുടെയും കൊടിയായിരിക്കുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസ് ഇമാം ബുഖാരി ഇമാം മുസ്ലിമും തന്റെ സ്വഹീഹുകളിൽ രേഖപ്പെടുത്തി. അപ്പോ ലൗഹുൽ മഹ്ഫൂദ് അയാൾ നോക്കലില്ല. അയാൾ ഇങ്ങനെ പൂച്ച പാലുടിച്ചണ മാതിരി കണ്ണും ചുംബിയ പറയലേ. പക്ഷെ മുമ്പിലിരിക്കണോല് ചില സ്ഥലത്തേക്കൊക്കെ നോക്കേണ്ടി വരലുണ്ടേ. കാരണം ഇതിങ്ങോട്ട് തിരിച്ചു കൊടുക്കാണ്. ഇയാളിത് ഒളു മുറിയണ കോലത്തിൽ എങ്ങാനും ചൂണ്ടിക്കാട്ടിക്കൊടുത്ത അതും വേണം മുന്നിലിരിക്കണോല് സഹിക്കുക. അപ്പൊ സഹോദരൻ എസ്കക്കാരല്ലേ സ്റ്റേജും എന്തും ചെയ്യാലോ. എസ്കക്കാരെ സ്റ്റേജും വെക്കേറെ എന്തും ചെയ്യും. അവനാന്റെ തരിപ്പിന്റെ ഡോസിനനുസരിച്ചൊക്കെ ചെയ്യും. അപ്പോ ഇസ്മായിൽ വലിച്ച സിസ്റ്ററ അതോ നാട്ടുകാരുട്ടികൾ പറയുന്ന കഞ്ചാവൂലേര് എനിക്കറിയില്ലട്ടോ. അത് നാടന്മാരെ വർത്താന, നമ്മൾ ആ ജാതി ഒന്നും പറയണ്ട. SSFരും പറയരുത്. ഇവിടുത്തെ ഏതോ കണാരനോ കുമാരനോ പറഞ്ഞു ഞാൻ എന്താ കഞ്ചാവൂലേരാണ് അയാളെ. കാരണം പൊതുസമൂഹത്തിന് മുമ്പ് കൂതിങ്ങനെ വരല്ലേ. പിന്നെ പ്രസംഗിക്കണതോ ആ ജാതി റേഞ്ചിലാണ്. പിന്നെ നാട്ടുകാരെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇരിക്കട്ടെ സഹോദരന്മാരെ. അപ്പോ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സുന്നത്തി ജമാഅത്തിന്റെ ആലിമീങ്ങൾ അതിന്റെ ദൗത്യവുമായി മുന്നോട്ട് പോകുകയാണ്. അതുകൊണ്ടാണ് SSFരും നടത്തുന്ന പരിപാടിയിൽ വഹാബികൾ വണ്ടി എടുത്ത് വരൂല. ഇങ്ങളെ കസാല ഫുള്ളാക്കാൻ ഓല് വരുന്നുണ്ട്. എന്താ കാരണം എന്താ നിങ്ങള് മുജാഹിദ് ബാലുശ്ശേരി എന്നെ പറയുന്നുണ്ട് AP സുന്നികളാണ് വഹാബികളെ ശത്രുക്കള്. കേരളത്തിൽ ഇസ്ലാമിന്റെ മനുഷ്യരുടെ കൂട്ടത്തിൽ ഒന്നാമത്തെ ശത്രു AP സുന്നികളാണ്. ഇത് ഞാൻ നിങ്ങളോട് തുറന്നു പറയണു, നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവും. ഇനിയൊരു ചേകന്നൂരിന്റെ അനുഭവം എങ്കിൽ ഉണ്ടായാലും നിങ്ങൾ മനസ്സിലായിക്കോളി. ഈ സംഗതി ലോകത്തോട് തുറന്നങ്ങോട്ട് പറയും. മാത്രല്ല ഇയാള് പറയുന്നുണ്ട് നൗഷാദ് ഹസനെ കണ്ട കിട്ടണ വണ്ടി കോടിക്കോളി പഠിപ്പിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട സുന്നി സുഹൃത്തുക്കളെ, സമസ്തക്കാരെ, നൗഷാദ് ഹസനിയെ പോലെയുള്ള ആളുകളെ കാണുമ്പോ ഓടി അകലണം. ആ മനുഷ്യന്റെ വാക്കുകൾക്കൊന്നും നിങ്ങൾ ചെവി കൊടുക്കരുത്. അമ്പലക്കടവൊക്കെ വന്നാ കുറച്ച് വണ്ടിയൊക്കെ എടുത്ത് പോയിക്കോളി. കാരണം നമ്മളെ ഘടകശിയ കുറച്ചാളെയൊക്കെ കൂട്ടിക്കൊടുക്കണം. അപ്പോ സോക്കട് മനസ്സിലാണുണ്ടോ? ഇവിടെ നിഷ്പക്ഷമായി ചിന്തിക്കണോലോടാ ചോദിക്കണത്.